ഓക്കെ, താങ്ക് യു മൃദുൽ. ഗുഡ് ഈവനിങ് ഓൾ. അപ്പോൾ നമ്മൾ മറ്റൊരു കോഴ്സിൻ്റെ ബിഗിനിങ്ങിലേക്ക് പോവുകയാണ്. അപ്പോൾ സാധാരണ നമ്മൾ ചില ടൂളുകളാണ് ഡിസ്കസ് ചെയ്യാറുള്ളത്. പലപ്പോഴും നമ്മൾ ഏതെങ്കിലുമൊക്കെ തെറാപ്പി ബേസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ ചെയ്ത ഫാമിലി എൻറിച്ച്മെൻറ്റ് പ്രോഗ്രാം പോലുള്ള ജനറൽ ഇൻട്രസ്റ്റ് ഉള്ള ടോപ്പിക്കുകൾ എന്നുള്ള രൂപത്തിൽ ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ചെയ്തു വരാറുള്ളത്. നമ്മൾ അധികം ടച്ച് ചെയ്യാത്തൊരു മേഖലയിലേക്ക് കടക്കുകയാണ്, പോസിറ്റീവ് സൈക്കോളജി. നമ്മൾ സാധാരണ ഒരു ക്ലാസിക്കൽ മോഡൽ സൈക്കോളജി ടൂളുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. നമുക്കതിൽ തെറാപ്പിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ടൂളുകൾ, അതേപോലെ തന്നെ നമ്മൾ കൂടുതലും നമ്മുടെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് കണക്ട് ചെയ്ത പല ടൂളുകളാണ്. നമ്മൾ പാരൻറ്റിങ്ങിൻ്റെ കോഴ്സ് ചെയ്തിട്ടുണ്ട്, അതുപോലെ കപ്പിൾ എൻറിച്ച്മെൻറ്റ് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. കൂടാതെ ഒരുപാട് സൈക്കോളജിക്കൽ ടൂളുകൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അവിടെയൊന്നും നമ്മളധികം പോസിറ്റീവ് സൈക്കോളജിയുടെ ടൂളുകൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. അപ്പം നമുക്കൊരു പോസിറ്റീവ് സൈക്കോളജി ഞാനിത് പഠിച്ച സമയത്ത് എനിക്ക് വളരെ നന്നായി തോന്നിയ, അല്ലെങ്കിൽ ഒരുപാട് ആളുകളിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ടൂളാണ് ഇൻ്റഗ്രൽ ഓപ്റ്റിമിസം. അങ്ങനെ വളരെ നന്നായിട്ട് തോന്നിയത് കൊണ്ട് അതിൻ്റെ ഒരു മോഡ്യൂൾ നമ്മൾ കുറച്ച് കസ്റ്റമൈസ് ചെയ്തുകൊണ്ട് കുറേയും കൂടി, കാരണം ഇതിൻ്റെ ഒരു പരിമിതി ഉള്ളത്, കുറേ സ്പിരിച്വൽ ആസ്പെക്ട്സ് ഇത് വരുന്നത് കൊണ്ട് നമ്മൾ കുറച്ചുകൂടി അതിൻ്റെ ഒരു സയൻറ്റിഫിക് ആയിട്ട് തന്നെ അഡ്രസ്സ് ചെയ്യുന്ന രൂപത്തിലേക്ക് മാറ്റിക്കൊണ്ടാണ് നമ്മൾ ഇൻ്റഗ്രൽ ഓപ്റ്റിമിസം എന്ന് പറയുന്ന ഈ ഒരു ടൂള്, അല്ലെങ്കിൽ പോസിറ്റീവ് സൈക്കോളജിയുടെ ഈ ഒരു സംഗതി ഏകദേശം 10 മോഡ്യൂളുകളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ ആഡ് ഇങ്ങനെ പോയപ്പോഴാണ് ഒരു അത്ഭുതം സംഭവിച്ചത്. അതെന്താണെന്ന് വെച്ചാൽ ഇതിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ തന്നെ ഒരാളെ നമുക്ക് കിട്ടി. ഇൻ്റഗ്രൽ ഓപ്റ്റിമിസത്തിൻ്റെ ടൂൾ എടുത്തുകൊണ്ട് അതിലിപ്പം റിസർച്ച് ചെയ്ത് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സൗമിനി മാം. അപ്പോൾ അവരുടെ ഒരു സപ്പോർട്ട് കൂടി നമുക്ക് ഇതിലുണ്ടാവും. അവർ ഏത് രീതിയിൽ വേണമെങ്കിലും സപ്പോർട്ട് ചെയ്യാമെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. മിക്കവാറും നെക്സ്റ്റ് വീക്കിൽ അവരുടെ ഒരു ക്ലാസ് നമുക്ക് ഫ്രീ ക്ലാസ്സിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ അവരുടെ ഒരു ക്ലാസ്സും നമുക്കിതിൻ്റെ ഭാഗമായിട്ട് കിട്ടും. എപ്പോഴും നമ്മളൊരു ടൂള് പഠിക്കുന്ന സമയത്ത് അതിൽ റിസർച്ച് ചെയ്യുന്ന, അതിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളുടെ ബാക്കപ്പ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അങ്ങനെ ഒരു ഇതുകൂടി ഇതിൽ നമുക്ക് ഈ ഒരു കോഴ്സ് അപ്പോൾ എനിക്ക് അതിലൊരു മെസ്സേജ് അയച്ചു, ഞാൻ ഇതിലാണല്ലോ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്, എങ്ങനെയാണ് ഞാൻ സപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു ആ ഒരു മെസ്സേജ്. അപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. ഒന്ന്, നമ്മുടെ പല കോഴ്സുകളിൽ നമ്മളുമായിട്ട് അടുത്തിടപഴകിയിട്ടുള്ള ആളാണ്. അതുപോലെ തന്നെ പലപ്പോഴായിട്ട് സംസാരിക്കുന്ന, ബന്ധം നിലനിർത്തി പോകുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അവരിതിൽ ഗവേഷണം നടത്തുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ എനിക്കും വളരെ സന്തോഷമായി. കാരണം ഈ ഒരു മോഡ്യൂൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഒരു എഫേർട്ട്, അവരുടെ ഒരു സപ്പോർട്ട് ഒക്കെ തന്നെ നമുക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നുള്ളതാണ്. എപ്പോഴും എൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് കുറച്ചുകൂടി സയൻറ്റിഫിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ റിസർച്ച് എവിഡൻസിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങളെ നോക്കിക്കാണുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഈ പെർട്ടിക്കുലർ ടോപ്പിക്കിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെ നമ്മുടെ ഗ്രൂപ്പിൽ അവരുണ്ട്. നിങ്ങൾക്കും അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. കാരണം ഒരു റിസർച്ച് ബാക്കപ്പ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. എന്തായാലും ആ ഒരു സന്തോഷം കൂടി പങ്കുവെച്ചുകൊണ്ട് എല്ലാവരെയും, കാരണം ഉള്ള ആളുകൾ മിക്കവരും എനിക്ക് പരിചയമുള്ളവരാണ് എന്നുള്ളതാണ് പേര് കണ്ടിട്ട് തോന്നുന്നത്. അപ്പോൾ പരിചയമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സാവകാശം പരിചയപ്പെടുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരെയും വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ നേരെ ക്ലാസ്സിലേക്ക് വരികയാണ്. ഇൻ ബിറ്റ്വീൻ നമുക്ക് സംസാരിച്ചു കൊണ്ടിരിക്കാം. സോ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളൊരു 10-day വർക്ക്ഷോപ്പാണ്, വർക്ക്ഷോപ്പായിട്ടാണ് പോണത്. നമ്മളിതിൽ ഒരു വർക്ക്ഷോപ്പ് മോഡിലാണ് നമ്മൾ ഈ ഒരു സെഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 10 ക്ലാസ്സുകളാണ് നമ്മുടെ മോഡ്യൂളുകൾ സാധാരണഗതിയിലുള്ള. അതുപോലെ തന്നെ 10 മോഡ്യൂളുകളായിട്ടാണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുക. ഏതൊക്കെയാണ് മോഡ്യൂളുകൾ എന്നുള്ളത് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പറയാം. നമുക്ക് ആ മോഡ്യൂളുകൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. അങ്ങനെ നമുക്ക് നന്നായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടി പ്രയോജനപ്പെടും. നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഇതിൽ പങ്കെടുക്കുന്ന ഒരാൾക്ക് പ്രയോജനപ്പെട്ട് കഴിഞ്ഞാൽ അത് വേറെ കുറേ ആളുകൾക്ക് പ്രയോജനപ്പെടും എന്നുള്ളത് കൊണ്ട് ബാക്കി കാര്യങ്ങളിൽ നിങ്ങൾക്ക് സഹകരിക്കാവുന്നതാണ്. ഓക്കെ,
അപ്പൊ എന്തായാലും നമ്മൾ ആദ്യത്തെ ഡേ 1 ആദ്യ മോഡ്യൂളിൽ നമ്മൾ ഇന്റഗ്രൽ ഓപ്റ്റിമിസത്തിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ നോക്കുന്നത്. ജസ്റ്റ് നമ്മൾ ആ മോഡ്യൂള് ഒന്ന് പരിചയപ്പെടുകയാണ് ചെയ്യുന്നത്. എന്താണ് ഇന്റഗ്രൽ ഓപ്റ്റിമിസം, എന്തൊക്കെയാണ് നമ്മൾ ഇതിൽ പഠിക്കാൻ പോകുന്നത്. നമ്മൾ സാധാരണയിൽ നിന്ന് അല്പം വ്യത്യസ്തമായിട്ടൊരു പോസിറ്റീവ് സൈക്കോളജിയുടെ രീതിയാണ്. പോസിറ്റീവ് സൈക്കോളജിക്ക് അതിൻ്റെതായ രീതിയുണ്ട്, അതേക്കുറിച്ച് ഞാൻ പറയാം. നിങ്ങൾ ഇത്ര പേര് ഏതെങ്കിലും പോസിറ്റീവ് സൈക്കോളജി ടൂളുകൾ പരിചയപ്പെട്ടിട്ടുണ്ട്, പരിശീലിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്കത് മെല്ലെ മെല്ലെ മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്കത് ഡിസ്കസ് ചെയ്യുകയും ചെയ്യാം. റൈറ്റ്. അപ്പോൾ ഇന്റഗ്രൽ ഓപ്റ്റിമിസം എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് കുറച്ച് സ്മാർട്ട് സ്കില്ലുകൾ നമ്മുടെ ലൈഫ് കുറച്ചുകൂടി മെച്ചപ്പെടുത്തുന്നതിന്, നമ്മുടെ ലൈഫ് കുറച്ചുകൂടി പോസിറ്റീവ് ആക്കുന്നതിന്, അതോടൊപ്പം നമ്മളോടൊപ്പം ജീവിക്കുന്ന ആളുകൾക്ക്, നമ്മുടെ അടുത്തുനിന്ന് ജീവിക്കുന്ന ആളുകൾക്ക് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഫാമിലി മാത്രമല്ല, ഒരു ബിഗർ സെൻസിൽ പറയുന്ന സമയത്ത് നമ്മുടെ ഒരു സൊസൈറ്റിക്ക്, അതുപോലെ തന്നെ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും അവരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും ഒക്കെ സഹായകമാകുന്ന രൂപത്തിൽ നമ്മുടെ എനർജി, നമ്മുടെ കഴിവുകൾ, നമ്മുടെ സ്കില്ലുകൾ, നമ്മുടെ അറിവുകൾ, ഇതൊക്കെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റുക എന്നുള്ളതാണ് ഇന്റഗ്രൽ ഓപ്റ്റിമിസം നമ്മൾ പഠിക്കുന്നതിലൂടെ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ. അതിൽ നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യുന്നത് ഷിഫ്റ്റ് ഇൻ തിങ്കിങ് എന്നുള്ളതാണ്. നമ്മുടെ തോട്ട് പാറ്റേണിൽ, നമ്മുടെ തിങ്കിങ് പാറ്റേണിൽ വളരെ കൃത്യമായിട്ടൊരു ഷിഫ്റ്റ്. ഈ ഒരു ചിഹ്നം നമുക്ക് ഏറെ പരിചയമുള്ളതാണല്ലോ. നമ്മൾ നമ്മളെ സ്നേഹിക്കുകയും നമ്മുടെ സഹജീവികളെ സ്നേഹിക്കുകയും അങ്ങനെ സ്നേഹത്തിലൂടെ നമുക്ക് നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും തികച്ചും പോസിറ്റീവായ മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് പോസിറ്റീവ് സൈക്കോളജി സ്വീകരിക്കുന്നത്. ഇന്റഗ്രൽ ഓപ്റ്റിമിസത്തിലും നമ്മൾ സ്വീകരിക്കുന്ന ഒരു വഴി അത് തന്നെയാണ്. നമ്മൾ കൃത്യമായിട്ട് സ്കില്ലുകൾ പരിശീലിക്കും. മനോഹരമായിട്ട് കുറച്ച് ടൂളുകൾ നമ്മളിതിൽ ഇപ്പോൾ പരിശീലിക്കുന്നുണ്ട്. അത് പലതും സെൽഫ് എൻഹാൻസ്മെന്റ് ടൂളുകളാണ്. അതേപ്പറ്റി ഞാൻ പറയാം. എന്തായാലും നമ്മുടെ തിങ്കിങ് പാറ്റേണിൽ ഒരു ഷിഫ്റ്റ് ഉണ്ടാക്കുക, ആ ഷിഫ്റ്റ് മറ്റുള്ളവരിലേക്കും നമുക്കും എത്തിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സ്മാർട്ട് സ്കില്ലുകൾ പരിശീലിക്കുക. ഇതൊക്കെയാണ് ഇന്റഗ്രൽ ഓപ്റ്റിമിസത്തിലൂടെ നമ്മൾ ചെയ്യുന്നത്. അതായത് നമ്മൾ എന്തായാലും ഇപ്പൊ എൻ്റർ ചെയ്യുന്നത് ഇൻ ടു ദ വേൾഡ് ഓഫ് ഓപ്റ്റിമിസം ആൻഡ് ഇന്റഗ്രേഷൻ എന്നുള്ളതാണ്. നമുക്കറിയാം, പിന്നെ ഇതിൽ പങ്കെടുക്കുന്ന ആളുകളൊക്കെയും തന്നെ ഏതെങ്കിലുമൊക്കെ മനഃശാസ്ത്ര മേഖലയുമായിട്ട് കണക്ട് ചെയ്യുന്ന ആളുകളായിരിക്കും. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുമായിട്ട് ഇടപെടുകയും അവരുടെ പ്രശ്നങ്ങളിൽ ഏതെങ്കിലും തരത്തിലൊക്കെ അവരെ സഹായിക്കുകയും ചെയ്യുന്ന സമയത്ത് നമുക്കൊക്കെ ഒരു ശുഭപ്രതീക്ഷയോട് കൂടി, കാരണം അവരുടെ ജീവിതത്തിൽ നമ്മൾ വഴി, നമ്മുടെ ഒരു പുഞ്ചിരി വഴി, നമ്മുടെ ഒരു നോട്ടം വഴി, നമ്മുടെ ഒരു നല്ല വാക്ക് വഴി, നമ്മുടെ ഒരു ഇടപെടൽ വഴിയൊക്കെ അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവണം എന്നുള്ള ഒരു ഓപ്റ്റിമിസത്തോട് കൂടി തന്നെയാണ് നമ്മൾ ഇടപെടാറുള്ളത്. അത് കുറച്ചുകൂടി ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇതിലൂടെ നോക്കാനും പരിശീലിക്കാനും പോകുന്നത്. എന്താണ് ഓപ്റ്റിമിസം എന്നുള്ളതൊക്കെ നമ്മൾ പറയും. നമ്മൾ എന്തായാലും ഇതിന്റെ ഒരു ടെക്നിക്കൽ ഇത് പറയുന്ന സമയത്ത് പൂർണ്ണ ഇന്റഗ്രൽ ഓപ്റ്റിമിസം ഷെഡ്യൂളാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ അവസാനത്തെ മോഡ്യൂളിൽ പൂർണ്ണ ഇന്റഗ്രൽ ഓപ്റ്റിമിസം തെറാപ്പിയും നമ്മൾ പരിശീലിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ എന്താണ് ഈ സംഗതി എന്നുള്ളത് നമ്മൾ പറയും. PIOS എന്ന് പറയുന്ന ഒരു പാറ്റേൺ, അല്ലെങ്കിൽ PIOT, പൂർണ്ണ ഇന്റഗ്രൽ ഓപ്റ്റിമിസം തെറാപ്പി എന്ന് പറയുന്ന ഒരു രീതിയാണ് നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്നത്. അതേപ്പറ്റി നമ്മൾ മനസ്സിലാക്കും. ഇങ്ങനെയൊക്കെ ആണ് ബേസിക് ഇൻട്രൊഡക്ഷൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. എന്തായാലും നമ്മൾ ഓപ്റ്റിമിസത്തിന്റെ ഡിസൈൻസിലേക്ക് പോകും. ഓപ്റ്റിമിസത്തെ കുറിച്ച് കൂടുതൽ നമ്മളൊന്ന് പരിശീലിക്കുകയാണ്. നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ പോകുന്നത്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഒരു പേനയും പേപ്പറും ഒക്കെ ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ഒരു മിനിറ്റ് സമയം എടുത്തുകൊണ്ട് അതൊന്ന് കളക്ട് ചെയ്യണം. കാരണം നമുക്ക് ചില റിഫ്ലക്ഷൻസ് നമുക്ക് ആവശ്യമാണ്. ചില പിന്നെ നമ്മുടെ ഉള്ളിലേക്ക് നോക്കുന്നതും നമ്മൾ നമ്മളെ ഒന്ന് പരിചയപ്പെടുന്നതും ഈ ഒരു കോഴ്സിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് ജസ്റ്റ് ചില സംഗതികൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ അല്ലെങ്കിൽ മറ്റുള്ളവരോട് സംസാരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്ന വാക്കുകൾ കോൺഷ്യസ്ലി, ഇനി സബ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാറുള്ള വാക്കുകൾ ഏതൊക്കെയാണെന്നുള്ളത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം.
ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ലൈഫിൽ പലപ്പോഴും പറയേണ്ടി വരാവുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ. നമ്മൾ ആളുകളോട് പൊതുവെ ചോദിക്കുന്ന കാര്യമാണ് പിന്നെ എന്തുണ്ട് വിശേഷങ്ങൾ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിന് നമ്മൾ ആവർത്തിച്ച് മറുപടി പറയുന്ന സമയത്ത് ഏത് തരത്തിലുള്ള റെസ്പോൺസുകളാണ്, ഞാൻ പ്രത്യേകിച്ച് ഉത്തരങ്ങളൊന്നും പറയാത്തത് എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങളെ സ്വാധീനിക്കേണ്ട എന്നുള്ളത് കൊണ്ടാണ്. നിങ്ങൾ എങ്ങനെയുള്ള മറുപടികളാണ് പൊതുവെ, എങ്ങനെയുള്ള വാക്കുകളാണ് മറ്റുള്ളവരോട് സംസാരിക്കുന്ന സമയത്ത്, മറ്റുള്ളവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് റിപ്പീറ്റ് ചെയ്യുന്ന വാക്കുകൾ ഏതൊക്കെയാണ്? ചില സൂചനകൾ പറയുകയാണെങ്കിൽ അത് പ്രയാസങ്ങളെക്കുറിച്ചാണോ, നിങ്ങളുടെ സന്തോഷങ്ങളെക്കുറിച്ചാണോ നിങ്ങൾ കൂടുതൽ പറയാറുള്ളത്? നിങ്ങളുടെ ഒരു ഹെൽത്തി സൈഡിനെ പറ്റിയാണോ നിങ്ങൾ കൂടുതൽ സംസാരിക്കാറുള്ളത്, അല്ലെങ്കിൽ അൺഹെൽത്തി സൈഡിനെ പറ്റിയാണോ കൂടുതൽ സംസാരിക്കാറുള്ളത്? ഒരു ഫൈനാൻഷ്യൽ തലത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ നമ്മുടെ ഫൈനാൻഷ്യൽ സെക്യൂരിറ്റിയെ പറ്റിയാണോ കൂടുതൽ സംസാരിക്കാറുള്ളത്, അല്ലെങ്കിൽ അതിലെ പ്രയാസങ്ങളെക്കുറിച്ചാണോ? ചില സൂചനകൾ മാത്രമാണ് നിങ്ങൾ ഓരോരുത്തരും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്കുകൾ. ഇതിവിടെ പറയണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് നമുക്ക് നമ്മളിലേക്ക് നോക്കാനുള്ള ചില സൂചകങ്ങൾ എന്നുള്ള അർത്ഥത്തിൽ എടുത്താൽ മതി. അതുപോലെ കോട്ട്സ് ഐ ലൈക്ക് ഓർ റിപ്പീറ്റ്, നിങ്ങൾ പൊതുവെ ഇഷ്ടപ്പെടുന്ന കോട്ടുകൾ എന്ന് പറയുന്ന സമയത്ത് സെയിൻസ്, അതിൽ പഴഞ്ചൊല്ലുകളൊക്കെ വരും കേട്ടോ. നമ്മൾ പ്രോവേർബ്സ് ഒക്കെ അതിൽ വരും. നമ്മൾ ഇപ്പം ചില ആളുകൾ കണ്ടിട്ടില്ലേ, സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഏതെങ്കിലുമൊക്കെ പഴഞ്ചൊല്ലുകൾ കോട്ട് ചെയ്യും, പ്രോവേർബ്സ് കോട്ട് ചെയ്യും, അല്ലെങ്കിൽ ചില മഹാന്മാരുടെ ചൊല്ല് പിന്നെ എന്താണ് സെയിൻസ് നമ്മൾ കോട്ട് ചെയ്യും. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, നിങ്ങൾ കോട്ട് ചെയ്യണമെന്നില്ല, റിപ്പീറ്റ് ചെയ്യുന്നതുണ്ടെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോട്ടുകൾ എന്താണ്, പൊതുവെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള അത്തരത്തിൽപ്പെട്ട സെയിൻസ് എന്തൊക്കെയാണ്? 1 2 3 സെയിൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ക്ലാസ് എടുക്കുന്ന സമയത്തോ സംസാരിക്കുന്ന സമയത്തോ സ്പീച്ചൊക്കെ നടത്തുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ കോട്ട് ചെയ്യാറുള്ളത്, മിക്കവാറും ആളുകൾ റിപ്പീറ്റ് ചെയ്ത് കോട്ട് ചെയ്യാറുള്ളത്, അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് ചില കാര്യങ്ങളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലുന്നതിന് വേണ്ടിയാണ് ഇതിന് ശേഷം പറയുന്നത്. റൈറ്റ്. അതുപോലെ സോങ്സ് ഐ ലൈക്ക് ഓർ റിപ്പീറ്റ്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഒന്ന് നോട്ട് ചെയ്യാം. ഇനി ഒരു പെർട്ടിക്കുലർ പാട്ടില്ലെങ്കിൽ എന്താണ്, വാട്ട് കൈൻഡ് ഓഫ് മ്യൂസിക്, ഏത് തരത്തിലുള്ള പാട്ടുകൾ എന്നുള്ളതെങ്കിലും നോട്ട് ചെയ്യുക. നിങ്ങൾക്ക് പൊതുവെ മനസ്സിലിങ്ങനെ റെസണൻസ് ചെയ്യാറുള്ള, അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ മനസ്സിൽ പാടാറുള്ള, അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന, ആവർത്തിച്ച് കേൾക്കുന്ന പാട്ടുകൾ ഉണ്ടെങ്കിൽ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങളുടെ മനസ്സിൽ പൊതുവെ വരാറുള്ള ഇമേജസ്, എന്തെങ്കിലുമൊക്കെ ചിത്രങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആവർത്തിച്ച് വരാറുണ്ടെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾ ഓർക്കുന്ന, അല്ലെങ്കിൽ ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന ഇമേജുകൾ, ചില ഇമേജസ് ഒക്കെ നമ്മൾ ഓർക്കാൻ ഇഷ്ടപ്പെടുമല്ലോ, ഉണ്ടെങ്കിൽ, ഇതിനെല്ലാത്തിനും എല്ലാവർക്കും ഉത്തരം ഉണ്ടാവണം എന്നല്ല, ഉണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്യുക. അതുപോലെ സ്റ്റോറീസ് ഐ ലൈക്ക് ആൻഡ് റീറ്റൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥകൾ, അല്ലെങ്കിൽ നമ്മൾ ആവർത്തിച്ച് പറയാറുള്ള കഥകൾ. ഞാൻ പലപ്പോഴും ക്ലാസ്സിൽ ഒരുപാട് സ്റ്റോറീസ് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ നിങ്ങൾ പറയാറുള്ളെങ്കിൽ ഇഷ്ടപ്പെടുന്ന കഥകൾ, ചിലപ്പോൾ അത് ചില പ്രത്യേക കഥാപാത്രങ്ങളുടേതായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ അത് എന്തൊക്കെയാണ്? റൈറ്റ്. ലീഡേഴ്സ് ഐ അഡ്മയർ, നിങ്ങൾ ബഹുമാനിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ചില ലീഡേഴ്സ്, അതിപ്പോൾ ജീവിച്ചിരിക്കുന്നവരാവാം, അല്ലെങ്കിൽ നിങ്ങളെ സ്വാധീനിച്ചിട്ടുള്ള കഴിഞ്ഞുപോയ ലീഡേഴ്സ് ആവാം. ലീഡേഴ്സ് ഐ അഡ്മയർ, നമ്മൾ ബഹുമാനിക്കുന്ന ചില ലീഡേഴ്സ്. ഫൈൻ. നിങ്ങളിപ്പോൾ ലോകത്തെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ലോകത്തെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് പല തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്ത് നടന്നുകൊണ്ടിരിക്കുന്ന, എന്താണ് നിങ്ങളുടെ ഒരു വ്യൂ എന്താണ് ഈ ലോകത്തെ പറ്റി? ആൻഡ് ദ ലാസ്റ്റ് വൺ, നിങ്ങളെപ്പറ്റി ആലോചിക്കുന്ന സമയത്ത് മനസ്സിലേക്ക് വരുന്ന ആദ്യത്തെ കാര്യം എന്താണ്?
നമ്മളെപ്പറ്റി നമ്മളൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ വാട്ട് കംസ് ഫസ്റ്റ് അബൌട്ട് യുവർ സെൽഫ് എന്നുള്ളത്, അല്ലെങ്കിൽ ഒരൊറ്റ വാക്യത്തിൽ നിങ്ങളെ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ അതെന്തായിരിക്കും? ഇതിപ്പോൾ ഇൻ്റർവ്യൂവിലൊക്കെ പല ഇൻ്റർവ്യൂകളിലും ചോദിക്കാറുള്ള ഒരു ചോദ്യം കൂടിയാണ്. ഡിഫൈൻ യുവർ സെൽഫ് ഇൻ വൺ സെൻറ്റൻസ് എന്ന് പറയാറുണ്ട്. ചിലപ്പോൾ അതും മതി ഒരു ഇൻ്റർവ്യൂ ബോർഡിന് ഒരാളെ ഇവാലുവേറ്റ് ചെയ്യാൻ എന്നുള്ളതാണ്. നമ്മൾ നമ്മളെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളെപ്പറ്റി എന്താണ് ആദ്യം മനസ്സിലേക്ക് വരുന്നത്? ഇതിൻ്റെ ഒക്കെ ഒന്ന് ആൻസറുകൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുക. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു ഡിസ്കഷനിലേക്കും കാര്യങ്ങളിലേക്കും ഒക്കെ വരാം. കാരണം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടൂള് ഇൻ്റഗ്രൽ ഓപ്റ്റിമിസമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്റ്റിമിസവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ലോകത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട്, നമ്മളെ പറ്റിയുള്ള നമ്മുടെ കാഴ്ചപ്പാട്, നമ്മൾ ഇഷ്ടപ്പെടുന്ന കഥകൾ, ഇതൊക്കെ നമ്മൾ ഒരു ഘട്ടത്തിൽ ഇൻ്റഗ്രൽ ഓപ്റ്റിമിസത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു ഘട്ടം വരാനുണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ. ഈ മോഡ്യൂളിലല്ല, മറ്റൊരു മോഡ്യൂളിൽ നമ്മൾ നമ്മുടെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു രീതിയിൽ അവിടെ പലപ്പോഴും നമ്മൾ ഉപയോഗിക്കാറുള്ളത്, ഇപ്പം ഈ കൂട്ടത്തിൽ TA പോലെ ട്രാൻസാക്ഷണൽ അനാലിസിസ് പോലെയുള്ള കാര്യങ്ങൾ പഠിച്ച ആളുകളും ഇതുപോലുള്ള ചില കാര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. നമ്മുടെ ഇഷ്ടപ്പെടുന്ന കഥാപാത്രങ്ങൾ, ഇഷ്ടപ്പെടുന്ന സ്റ്റോറി, ഇതൊക്കെ നമ്മുടെ ലൈഫുമായിട്ട് അറിഞ്ഞോ അറിയാതെയോ കണക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ പറയാറുണ്ട്. ആ ഭാഗത്തേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. എന്തായാലും ഇതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങളൊന്ന് കയ്യിൽ കരുതി വെക്കുക. നമുക്കൊരു ഡിസ്കഷൻ ആവാം കുറച്ച് കഴിഞ്ഞിട്ട്. റൈറ്റ്. അപ്പോൾ ഒരു ചോദ്യം കൂടി ഞാൻ ചോദിക്കുന്നത്, ഡു യു ഫീൽ ഗുഡ് ജനറലി എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു ഉത്തരം കൂടി നിങ്ങളുടെ മനസ്സിലുണ്ടാവുന്നു. പൊതുവേ നിങ്ങൾക്ക് ഒരു ഫീൽ ഗുഡ് മൂഡാണോ ലൈഫിലുള്ളത്? അതിൻ്റെ ഒരു ആൻസർ കൂടി മനസ്സിൽ കരുതി വെക്കുക. ഒരു ഫീൽ ഗുഡ്, നമ്മളങ്ങനെ അതാണല്ലോ. അപ്പോൾ നമുക്ക് മൂവി ആകുമ്പോൾ നമ്മളൊരു ഫീൽ ഗുഡ് മൂവി ആണെങ്കിൽ നമുക്കൊരു സന്തോഷമാണ്. അല്ലെങ്കിൽ നമുക്കൊരു എക്സ്പീരിയൻസ്, ഒരു ഫീൽ ഗുഡ് എക്സ്പീരിയൻസ് ആണെങ്കിൽ നമുക്കൊരു സന്തോഷമാണ്. അതുപോലെ ജനറലി നിങ്ങളുടെ ലൈഫ് ഒരു ഫീൽ ഗുഡ് ആയിട്ടാണോ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ ചോദ്യങ്ങളുടെ ഉത്തരമൊക്കെ നമുക്ക് അവിടെ സൂക്ഷിച്ചു വെക്കാം. ഇനി നമുക്ക് മെല്ലെ ഓപ്റ്റിമിസത്തിലേക്ക് വരാം. അപ്പോൾ ഓപ്റ്റിമിസം എന്ന് പറഞ്ഞാൽ ഒരു ഹാപ്പിനെസ് മാഗ്നറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഓപ്റ്റിമിസ്റ്റിക് ആണെങ്കിൽ, നമ്മൾ പൊതുവെ പോസിറ്റീവ് ആണെങ്കിൽ, നിങ്ങൾ കേൾക്കുന്ന കഥകൾ, നിങ്ങൾ പാടുന്ന പാട്ടുകൾ, നിങ്ങൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ, നിങ്ങൾ ഉപയോഗിക്കുന്ന കോട്ടുകൾ ഒക്കെയും കുറച്ചുകൂടി ഓപ്റ്റിമിസ്റ്റിക് ആണെങ്കിൽ നമ്മളെ ഒരു മാഗ്നറ്റ് പോലെ നമ്മളിലേക്ക് ഹാപ്പിനെസ് വന്നുകൊണ്ടിരിക്കും. ഇഫ് യു സ്റ്റേ പോസിറ്റീവ്, ഗുഡ് തിങ് ആൻഡ് ഗുഡ് പീപ്പിൾ വിൽ ബി ഡ്രോൺ ടു യു എന്ന് പറഞ്ഞത് മേരി ലോ റിട്ടൺ ആണ്. ഇവരുടെ ഒരു ഫേമസ് ആയിട്ടുള്ള കോട്ടാണത്. ഓപ്റ്റിമിസം എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ലോ ഓഫ് അട്രാക്ഷന്റെ തിയറിയും പറയുന്നത് ഇത് തന്നെയാണ്. യൂണിവേഴ്സിലേക്ക് നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതാണ് നമുക്ക് തിരിച്ചു കിട്ടുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ നേരത്തെ കഥയെ പറ്റി പറഞ്ഞപ്പോൾ ഒരു ചെറിയ കുട്ടിയുടെ കഥ ഇങ്ങനെ ഓർമ്മ വരികയാണ്. നിങ്ങൾ കേട്ടിട്ടുള്ള കഥയായിരിക്കും. ഒരു കുട്ടി വളരെ ഒഴിഞ്ഞ ഒരു താഴ്വരയിൽ ഒരു കുന്നിന്റെ മുകളിൽ കയറിയിട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ കുട്ടിക്ക് ഭയങ്കര കൗതുകം തോന്നി. അങ്ങനെ കുട്ടി പല ശബ്ദം ഉണ്ടാക്കി നോക്കി. പിന്നെ കുട്ടി കുറച്ച് തെറി വിളിച്ച് പറയാൻ തുടങ്ങി. അപ്പൊ ഈ ഒഴിഞ്ഞ വാലി ആയതുകൊണ്ട്, താഴ്വരയായതുകൊണ്ട് ഇതേപോലെ ഈ കുട്ടി ഉപയോഗിക്കുന്ന വാക്കുകളെ എക്കോ കേട്ടുകൊണ്ട് കുട്ടി തന്നെ കേട്ടു തുടങ്ങി. ഇങ്ങനെ കുട്ടിയെ ചീത്ത വിളിക്കുന്നത് പോലെ കുട്ടിക്ക് തോന്നി. കുട്ടി വീട്ടിലേക്ക് ഓടിയിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മേ, ഞാൻ ആ കുന്നിൽ കയറിയിട്ട് ഇങ്ങനത്തെ വാക്കുകൾ, ചില ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഇങ്ങനത്തെ വാക്കുകൾ കൊണ്ട് ആരോ എന്നെ തെറി വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അമ്മ ആ മകന്റെ കവിളിൽ തട്ടിയിട്ട്, ഇനി ഞാൻ പറയുന്നത് പോലെ പോയി പറഞ്ഞു നോക്കൂ എന്ന് പറഞ്ഞു. കുട്ടി ആ കുന്നിലേക്ക് വീണ്ടും ഓടി. അവിടെ പോയിട്ട് ചക്കരക്കുട്ട, മുത്തേ എന്നൊക്കെ വിളിച്ചപ്പോൾ ഇതേ വാക്കുകൾ അപ്പുറത്തുനിന്ന് കേട്ടു. കാരണം ഇത് എക്കോ ആണ്. നമ്മൾ എന്താണോ അങ്ങോട്ട് കൊടുത്തതാണ് ഒരു ഒഴിഞ്ഞ താഴ്വരയിൽ കുട്ടി കേട്ടത്. അപ്പൊ കുട്ടി അമ്മയുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ഇപ്പൊ എന്നെ മുത്തേ, ചക്കരക്കുട്ട എന്നൊക്കെയാണ് അപ്പുറത്തുള്ള ആള് വിളിക്കുന്നത്. അപ്പൊ അമ്മ കുട്ടിയുടെ കവിളിൽ തട്ടിയിട്ട് കുട്ടിക്ക് ഒരു മുത്തം കൊടുത്തിട്ട് പറഞ്ഞു, അതങ്ങനെയാണ്. നമ്മൾ അങ്ങോട്ട് വിളിക്കും പോലെയാണ് മറ്റുള്ളവർ നമ്മളെ ഇങ്ങോട്ട് വിളിക്കുക എന്ന് പറഞ്ഞ്
ഒരു കൊച്ചു വാട്സപ്പ് സ്റ്റോറി ഞാനിവിടെ പറഞ്ഞത് ഈ ഓപ്റ്റിമിസം എന്ന് പറയുന്ന ഒരു സംഗതി ഇങ്ങനെയാണ്. അല്ലെങ്കിൽ നമ്മൾ പിന്നെ ഈ ഒരു ശുഭ പ്രതീക്ഷ അല്ലെങ്കിൽ ആ രീതിയിൽ നമ്മൾ പിന്നെ സംസാരിക്കുന്നത് ഇങ്ങനെയാണ്. എങ്ങനെയാണോ നമ്മൾ മറ്റുള്ളവരിലേക്ക് കൊടുക്കുന്നത് അതുപോലെ സ്വാഭാവികമായിട്ട് നമ്മളിലേക്ക് തിരിച്ചു വരുമെന്നുള്ളതാണ് ഈ ഒരു കോട്ടിലൂടെ പറയുന്നത്. മേരി ലോറിട്ടൺ പറഞ്ഞിരിക്കുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സംഗതിയാണ്. ഓപ്റ്റിമിസം ഈസ് എ ഹാപ്പിനെസ് മാഗ്നറ്റ്. ഇഫ് യു സ്റ്റേ പോസിറ്റീവ്, ഗുഡ് തിങ്സ് ആൻഡ് ഗുഡ് പീപ്പിൾ വിൽ ബി ഡ്രോൺ ടു യു. നിങ്ങൾ ഏത് തരം ആളുകളെയാണ് നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യാറുള്ളത് എന്ന് ആലോചിച്ച് നോക്കുക. എപ്പോഴും സങ്കടം പറയുന്ന, പ്രയാസം പറയുന്ന, കുറ്റപ്പെടുത്തുന്ന, കുറവുകൾ പറയുന്ന, ലോകത്ത് പിന്നെ നടക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാത്രം പറയുന്ന, അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിന്റെ ആദ്യത്തെ പേജ് വായിച്ച ആ കഥ നമ്മളോട് പറയുന്ന, അല്ലെങ്കിൽ രാത്രിയിൽ നടക്കുന്ന ന്യൂസ് ചാനലുകളിൽ വരുന്ന പിന്നെ ലോകത്ത് നടക്കുന്ന ബുദ്ധിമുട്ടുകൾ മാത്രം പറയുന്ന ആളുകളെയാണോ നിങ്ങൾ നിങ്ങളിലേക്ക് ആകർഷിക്കാറുള്ളത്? ഇതൊന്നും കോൺഷ്യസ്ലി നടക്കുന്നതല്ല, സബ് കോൺഷ്യസ് തലത്തിൽ നമ്മളിലേക്ക് വന്ന് ചേരുന്നതാണ്. അതല്ല, എപ്പോഴും നല്ലത് പറയുന്ന, വളരെ സ്മാർട്ടായിട്ടുള്ള, എനർജറ്റിക് ആയിട്ടുള്ള, സ്മൈലിംഗ് ആയിട്ടുള്ള, പോസിറ്റീവ് വാക്കുകൾ പറയുന്ന ആളുകളെയാണോ നിങ്ങൾ നിങ്ങളിലേക്ക് ആകർഷിക്കാറുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് എത്തിപ്പെടാറുള്ളത് എന്നുള്ളത് വെറുതെ ആലോചിച്ചു. ഏത് തരം ആളുകളാണോ നിങ്ങളുടെ അടുത്ത് എത്തിപ്പെടാറുള്ളത്, നിങ്ങൾ ആ തരം ആളായിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്റഗ്രൽ ഓപ്റ്റിമിസം മുന്നോട്ട് വെക്കുന്ന തിയറിയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗം. ഇത് തന്നെയാണ് ലോ ഓഫ് അട്രാക്ഷൻ നമ്മളോട് പറയുന്നത്. ലൈക്ക് അട്രാക്ട് ദ ലൈക്ക് എന്നുള്ളതാണ്. നമ്മൾ അങ്ങോട്ട് യൂണിവേഴ്സിലേക്ക് എന്താണോ കൊടുക്കുന്നത് അത് തന്നെയാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത് എന്നുള്ളത്. നമ്മൾ പറയല്ലേ, അതാണ് ബേർഡ്സ് ഓഫ് സെയിം ഫെദർ ഫ്ലോക്ക് ടുഗദർ എന്ന് പറയാറുണ്ട്. ഒരേ തൂവൽ പക്ഷികൾ ഒരുമിച്ച് കൂടാറുണ്ട്, അല്ലെങ്കിൽ ഒരേപോലുള്ള പക്ഷികളാണ് കൂട്ടം കൂടാറുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ കൂടിയായിട്ടുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ +1 അഡ്മിഷൻ കഴിഞ്ഞാൽ അവര് ഓൾറെഡി അവിടെയുള്ള കുട്ടികളാണ് +2 കുട്ടികൾ. അതുപോലെ വരുന്ന കുട്ടികളും അവരാരുമായിട്ടാണ് മിക്കവാറും ചങ്ങാത്തം ഉണ്ടാക്കാറുണ്ട് നോക്കാറുണ്ട്. അപ്പോൾ അവരുടെ ചങ്ങാത്തം നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം അവരുടെ സ്വഭാവം നമുക്ക് മനസ്സിലാവാറുണ്ട്. ഇപ്പം പഠിക്കുന്ന നല്ല കുട്ടികൾ പലപ്പോഴും നല്ല കുട്ടികളുമായിട്ട് കൂട്ടുകൂടുന്നതും, അതേപോലെ തന്നെ ഈ പ്രശ്നക്കാരായ കുട്ടികൾ ഓൾറെഡി അവിടെ പ്രശ്നക്കാരായ കുട്ടികളുമായിട്ട് കൂട്ടുകൂടുന്നതും മിക്കവാറും എല്ലാ കൊല്ലവും പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അപൂർവം ചില ആളുകൾ ഇതേപോലെ കൂട്ടുകൂടിയിട്ട് പിന്നെ നല്ല കൂട്ടുകെട്ടിലേക്ക് വന്നിട്ട് നന്നാവുന്നതും, ചില നല്ല കൂട്ടുകെട്ടിലുള്ള ആളുകൾ പിന്നീട് വേണ്ടാത്തതിലേക്ക് പോകുന്നതും അതും ശ്രദ്ധയിൽപ്പെടാറുണ്ട്. കാരണം നമ്മുടെ ഉള്ളിലുള്ള സംഗതികളാണ് നമ്മളെ പുറത്തുള്ള സംഗതികളെ ആകർഷിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്റഗ്രൽ ഓപ്റ്റിമിസത്തിന്റെ ഒരു തീം എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ള് നന്നാക്കുക എന്നുള്ളതാണ്. നമ്മളുടെ ഉള്ളെന്ന് പറയുന്ന സമയത്ത് നമ്മുടെ തോട്ട്, നമ്മുടെ ഫീലിംഗ്, നമ്മുടെ ബിഹേവിയർ ഇതൊക്കെ മെച്ചപ്പെടുത്തി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ ലോകം കൂടുതൽ മനോഹരമാകും എന്നുള്ളതും, ഈ ലോകത്ത് കൂടുതൽ മനോഹരമായ ആളുകൾ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടും എന്നുള്ളതുമാണ് മേരി ലോറിട്ടൺ നമ്മളോട് പറയുന്നത്. അപ്പൊ നമുക്ക് മുന്നോട്ട് പോകാം. സോ ട്രൈ ടു സീ ഗുഡ് ഇൻ എവറി പേഴ്സൺ ആൻഡ് ഇൻ എവറി ഇവിടെ എവരി എന്നാണ്, ഇവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ട്രൈ ടു സീ ഗുഡ് ഇൻ എവറി പേഴ്സൺ ആൻഡ് ഇൻ എവറി പ്ലേസസ് എന്നുള്ളത്. എല്ലാ സ്ഥലത്തും എല്ലാ വ്യക്തികളിലും നമ്മൾ നല്ലത് കാണാൻ ശ്രമിക്കാൻ എന്ത് ചെയ്യണം, അങ്ങനെ ശ്രമിച്ചാലുള്ള ഗുണങ്ങൾ എന്താണെന്നൊക്കെയാണ് ഇതിലൂടെ നമ്മൾ പറയുന്നത്. ദ മോർ യു ലുക്ക് ദ ബെറ്റർ വി ലുക്ക് ബെറ്റർ എന്നുള്ളതാണ് ഇന്റഗ്രൽ ഓപ്റ്റിമിസത്തിന്റെ ഒരു ഫിലോസഫി. നമ്മൾ നല്ലതിങ്ങനെ നോക്കി പോവുകയാണെങ്കിൽ മെല്ലെ മെല്ലെ നമ്മൾ കൂടുതൽ നല്ലവരായി മാറും എന്നുള്ളത്. അതേപോലെ തന്നെ ദ മോർ യു ഹിയർ ദ ബെറ്റർ വി സൗണ്ട് ബെറ്റർ എന്നാണ്. നമ്മൾ നല്ലതിങ്ങനെ കേൾക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അറിയാതെ നമ്മൾ പിന്നെ പറയുന്നത് കൂടുതൽ മധുരമുള്ളതായിട്ട് മാറും, നല്ലതായിട്ട് മാറും എന്നുള്ളതാണ്. ഇതിന്റെ സയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ് കോൺഷ്യസ് മൈൻഡാണ്. നിരന്തരം കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് നമ്മൾ പോലും അറിയാതെ നമ്മളിലേക്ക് എത്തും. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇന്റഗ്രൽ ഓപ്റ്റിമിസം ബേസ് ചെയ്തുകൊണ്ടുള്ള സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഒരു മോഡ്യൂള് നമുക്ക് പഠിക്കാനുണ്ട്. റൈറ്റ്. സോ അപ്പൊ എന്തൊക്കെയാണ് ഓപ്റ്റിമിസത്തിന് ചാലഞ്ചസ് ആയിട്ട് നിൽക്കുന്നത്?
നമ്മൾ ഈ ഒരു ഓപ്റ്റിമിസം നിലനിർത്തുന്നതിന്, നല്ല ആളുകളെ നമ്മളിലേക്ക് ആകർഷിക്കുന്നതിന്, അതുപോലെ തന്നെ നല്ല പിന്നെ പ്രവർത്തികൾ ചെയ്യുന്നതിന്, നല്ല വാക്കുകൾ പറയുന്നതിന്, നല്ല പിന്നെ സമൂഹത്തിന് ഉപകാരമുള്ള വ്യക്തികളും സമൂഹവും ഗ്രൂപ്പുകളുമായിട്ട് മാറുന്നതിന് ചാലഞ്ചസ് ആയിട്ട് നിൽക്കുന്നത് എന്തൊക്കെയെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ കാര്യം ഇന്റലക്ച്വൽ മൈൽ എന്താണ് മൈലിറ്റിസ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പലപ്പോഴും നമുക്കറിയാലോ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഫ്രോയിഡിന്റെ ലാംഗ്വേജിൽ പറഞ്ഞാൽ ഡിഫൻസ് മെക്കാനിസത്തെ പറഞ്ഞിട്ട് അതിൽ പറഞ്ഞിട്ട് ഇന്റലക്ച്വലൈസേഷൻ എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ എല്ലാ കാര്യത്തിനെയും ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്, ഇത് പലപ്പോഴും ഓപ്റ്റിമിസത്തിന് ചില കാര്യങ്ങളൊക്കെ നമുക്കധികം ന്യായീകരണം കണ്ടെത്താതെ, അതിൻ്റെ പിറകെ പോവാതെ, അതിനെ നമ്മൾ കീറി മുറിച്ച് പരിശോധിക്കാതെ, ഒരുപാട് ഇന്റലക്ച്വൽ സംഗതികൾ കൊടുക്കാതെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ സ്നേഹം, നമ്മൾ സ്നേഹത്തെ ഡിഫൈൻ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, ഒരു ഇന്റലക്ച്വലായിട്ട് ഡിഫൈൻ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്താ നമ്മൾ പറയുക? അല്ലെങ്കിൽ ഇതിനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മളൊരു ഡെഫിനിഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് ആ ഫീല് കിട്ടുമോ? പലപ്പോഴും നമ്മൾ ഡിഫൈൻ ചെയ്യാനാണ് ശ്രമിക്കാറുള്ളത്. ഫീല് ചെയ്യുന്നതിന് പകരം, അനുഭവിക്കുന്നതിന് പകരം, അത് ശരിക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നതിന് പകരം, എൻജോയ് ചെയ്യുന്നതിന് പകരം നമ്മൾ ഇന്റലക്ച്വലൈസേഷന് പോയി കഴിഞ്ഞാൽ, അതിൻ്റെ തലനാര് ഇഴകീറി പരിശോധിച്ച് അതിനെ ഡിഫൈൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഓപ്റ്റിമിസം എന്ന് പറയുന്ന സംഗതിക്ക് അത് തടസ്സമാകുമെന്നുള്ളതാണ് ഇന്റഗ്രൽ ഓപ്റ്റിമിസത്തിന്റെ സ്റ്റഡീസ് പറയുന്നത്. അത് നമ്മൾ പിന്നീട് പ്രൂവ് ചെയ്യും, നമ്മളത് ചില സ്റ്റഡീസും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട്. അതുകൊണ്ടാണ് ലവ് ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞത്. ലവ് നമുക്കറിയാലോ, അത് കിട്ടുന്ന ആൾക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ അത് മധുരമുള്ളതായിട്ട് മാറുന്നത്. അത് പ്രണയമായാലും ശരി, പാരന്റൽ ലവ് ആയാലും ശരി, സൗഹൃദമായാലും ശരി, അത് അനുഭവിക്കുന്ന ആൾക്ക് എന്താണ് അനുഭവപ്പെടുന്ന സമയത്താണ് എന്തായിട്ട് മാറുന്നത്, അതിനെ നമ്മൾ നിർവചിക്കുന്നതിനേക്കാൾ. അപ്പൊ ഈ ഓപ്റ്റിമിസം ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നിർവചനത്തെക്കാൾ കൂടുതൽ അവർ പ്രാധാന്യം കൊടുക്കുന്നത് പലപ്പോഴും അതിൻ്റെ ഒരു എക്സ്പീരിയൻസിനാണ്, അതിൻ്റെ ഒരു അനുഭവത്തിനാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ പലപ്പോഴും ആളുകൾ ഓപ്റ്റിമിസത്തിന് തടസ്സം നിൽക്കുന്ന കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ ഓർത്ത് വറി ചെയ്യുന്ന ആളുകൾ, അസ്വസ്ഥരാകുന്ന ആളുകൾ. നമുക്കറിയാലോ, ഒരു നിസ്സാര കാര്യത്തിന്റെ പേരിൽ, ഒരു നിസ്സാര വാക്ക് കേട്ടതിന്റെ പേരിലൊക്കെ നമ്മൾ ഈ ഈ വറി എന്ന് പറയുന്ന സ്വഭാവം കാണിക്കുന്നത് ഓപ്റ്റിമിസത്തിന് ചാലഞ്ച് ആവുന്നു, അല്ലെങ്കിൽ തടസ്സം നിൽക്കുന്നു എന്നാണ് പറയുന്നത്. മറ്റൊന്നാണ് ലെമന്റിങ്, കഴിഞ്ഞകാല നഷ്ടങ്ങൾ ഓർത്ത് കരയുന്ന ആളുകൾ, പഴയകാലത്തെ നഷ്ടങ്ങളും പഴയകാലത്തെ വേവലാതികളും ഓർത്ത് വിഷമിക്കുന്നത്. ഇത്തരം ആളുകൾ, ഇപ്പോൾ നിങ്ങൾ കൗൺസിലിംഗ് ഫീൽഡിൽ പ്രവർത്തിക്കുന്ന ഒത്തിരി ആളുകളെ ഞാനിവിടെ കാണുന്നുണ്ട്. പലരും കഴിഞ്ഞ കാലത്തെ പാസ്റ്റ് ഓർത്ത് വിഷമിക്കുന്നവരെ നമുക്ക് കാണാൻ പറ്റും. പാസ്റ്റ് ഓർത്ത് വിഷമിക്കുന്നവരാണ് എനിക്ക് നല്ലൊരു ശതമാനവും നമ്മുടെ മുമ്പിലെത്തുന്ന കേസുകൾ. ഇതൊക്കെയും തന്നെ ഓപ്റ്റിമിസത്തിന് ചാലഞ്ചായി നിൽക്കുന്നു. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ത്രോയിങ് ഇൻ ദ ടവൽ സിൻഡ്രോം. ആൻഡേഴ്സൺ എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റിന്റെ ഒരു യൂസേജ് ആണ് ത്രോയിങ് ഇൻ ദ ടവൽ സിൻഡ്രോം എന്ന് പറയുന്നത്. നമ്മൾ ഒരു തവണ ശ്രമിച്ചിട്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടി അധികം ശ്രമിക്കാതെ നമ്മൾ ഗിവ് അപ്പ് ചെയ്യുന്നതാണ്, നമ്മൾ പ്രതീക്ഷ നഷ്ടപ്പെടുത്തുന്നതിനാണ് ത്രോയിങ് ഇൻ ദ ടവൽ സിൻഡ്രോം എന്ന് നമ്മൾ ഇവിടെ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്കറിയാലോ, നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് ഇറങ്ങി തിരിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മുന്നോട്ട് പോകുമ്പോഴേക്ക് നമ്മളത് മതിയാക്കിയിട്ട് മറ്റൊന്നിലേക്ക് തിരിഞ്ഞു പോവുകയും അത് കംപ്ലീറ്റ് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് ഓപ്റ്റിമിസത്തിന് ചാലഞ്ചസ് ആണ് എന്നുള്ളതാണ്. ഈ ഓരോ വേർഡ്സ്, ടേംസ് മാത്രം തൽക്കാലം ഓർത്തു വെക്കുക. നമ്മൾ ഇത് ഓരോന്നും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വരും മോഡ്യൂളുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഒരല്പം കൂടി സിമ്പിളായ കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് നേരെ ഓപ്റ്റിമിസത്തിലേക്ക് വരാം. സോ അവർ മൈൻഡ് സെറ്റ്, നമുക്കറിയാമല്ലോ, നമ്മുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എല്ലാവർക്കും പരിചയമുള്ള ഒരു ചിത്രമാണ്. ആർക്കെങ്കിലും പരിചയം ഇല്ലാത്തതുണ്ടെങ്കിൽ ഒരു 45 സെക്കൻഡ് എടുത്തിട്ട് നിങ്ങൾ എന്താണ് ഇവിടെ കാണുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കുക. ഈ ചിത്രം കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, പുതുമയൊന്നുമില്ല, അത് പറയാനുമല്ല, ഇതിന് ഫിഗർ ഔട്ട് ദ ഇമേജ് ഇൻ ദ ഡ്രോയിങ് എന്നുള്ളതാണ്. ഇതിൽ എന്ത് കണ്ടു എന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല, കാരണം ഇത് നിങ്ങൾക്ക് ഏറെ പരിചയമുള്ള ഒരു ചിത്രമാണ്. മറ്റൊരു കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ കാണിച്ചത്.
ഇതിലേത് കണ്ടാലും അത് നല്ലത് അല്ലെങ്കിൽ അത് ചീത്താന്നൊന്നുമില്ല. മറ്റൊരു കാര്യമാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ഇവിടെ നമുക്കറിയാം വൺ സീസ് ദ ഡാർക്ക് കളർ ദെൻ ഹി വിൽ സീ ടു ഫിഗേഴ്സ്. നിങ്ങൾ ഈ ഡാർക്ക് കളർ ആദ്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതിൽ രണ്ട് ചിത്രങ്ങൾ കാണും. അതേ സമയത്ത് നിങ്ങൾക്ക് ലൈറ്റ് കളർ മാത്രം ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ബേസ് മാത്രമേ കാണൂ. നിങ്ങൾ എത്ര പേര് എന്ത് കണ്ടു എന്നുള്ളത് വെറുതെ ആലോചിക്കും. ഇതിൽ ഇന്നത് കണ്ടു വിചാരിച്ചിട്ടല്ല, നമുക്ക് രണ്ടും കാണാനുള്ള കഴിവ് നമ്മുടെ മനസ്സിനുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡാർക്ക് കളറാണ് നമ്മൾ ആദ്യം നോക്കുന്നതെങ്കിൽ നമുക്കിതിൽ രണ്ട് ചിത്രങ്ങൾ കാണാൻ പറ്റും അല്ലെ. നമുക്ക് രണ്ട് ഫേസ് ഇവിടെ കാണാൻ പറ്റും, ബേസും കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശ്രദ്ധ പോണത് ലൈറ്റ് കളറിലേക്ക് മാത്രമാണെങ്കിൽ നമുക്ക് ബേസ് മാത്രം കാണാൻ പറ്റും. പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഈ ലോകത്തെ നോക്കിക്കാണാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളെ ഡിഫൈൻ ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും മറ്റുള്ളവർ സംസാരിക്കുന്നതിനോട് നമുക്ക് റെസ്പോണ്ട് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഒരു സന്ദർഭത്തെ ഡിഫൈൻ ചെയ്യാം, റീഫ്രെയിം ചെയ്യാം. അങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ നമ്മുടെ മുമ്പിലുള്ളപ്പോൾ എന്തിനാണ് നമ്മൾ വിഷമം നിറഞ്ഞ കാര്യങ്ങൾ മാത്രം അന്വേഷിച്ച് പോകുന്നത് എന്നുള്ളൊരു ചോദ്യം ഇന്റഗ്രൽ ഓപ്റ്റിമിസം മുന്നോട്ട് വെക്കുന്നുണ്ട്. നമ്മൾ യേശുദാസ് പറഞ്ഞതുപോലെ അല്ലെ, നമ്മൾ ചിരിച്ചാലും മരിക്കും, കരഞ്ഞാലും മരിക്കും, എങ്കിൽ പിന്നെ ചിരിച്ചൂടെ എന്ന് ചോദിക്കുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടിന്റെ വരികൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന സമയത്തും അതിനെ ഏത് ആംഗിളിൽ വേണമെങ്കിലും നമുക്ക് നോക്കിക്കാണാൻ പറ്റും. നമ്മുടെ കാഴ്ച ഒന്ന് മാറ്റിയാൽ, നോട്ടത്തിന്റെ രീതി ഒന്ന് മാറ്റിയാൽ, ഒന്നുകൂടി ഒന്ന് കണ്ണ് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നല്ല കാഴ്ചകൾ കാണാനും അനുഭവിക്കാനും ഒക്കെ പറ്റും. അതിലേക്കാണ് ഇന്റഗ്രൽ ഓപ്റ്റിമിസം നമ്മളെ ലീഡ് ചെയ്യുന്നത് എന്ന് പറയാനാണ്. അപ്പൊ മൈൻഡ് സെറ്റിനെ പറ്റി പറയുന്ന സമയത്ത് നമുക്ക് വളരെ സുപരിചിതമായ രണ്ട് വാക്കുകളാണ് പോസിറ്റീവ് മൈൻഡ് സെറ്റും നെഗറ്റീവ് മൈൻഡ് സെറ്റും. അപ്പൊ നമുക്ക് പോസിറ്റീവ് ആണെങ്കിൽ, അതാണ് നമ്മൾ ഇതുവരെ പറഞ്ഞു വന്നത്, പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ഒക്കെയും പോസിറ്റീവ് ആയിരിക്കുമെന്നും നെഗറ്റീവ് ആണെങ്കിൽ അങ്ങനെ ആയിരിക്കുമെന്നും നമുക്കറിയാം. അപ്പം നമ്മുടെ ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഈ ഇൻ്റഗ്രൽ ഓപ്റ്റിമിസത്തിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പ്രോഗ്രാം യുവർ മൈൻഡ് എന്നുള്ളതാണ്. ഒരു ടിയുടെ ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ റീറൈറ്റ് യുവർ സ്ക്രിപ്റ്റ് എന്നുള്ളതാണ്. നമ്മൾ നെഗറ്റീവായിട്ടുള്ള പ്രയാസം നിറഞ്ഞ ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു ലൈഫിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ അതിൻ്റെ ഉത്തരവാദി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ ഉത്തരമായിരിക്കും. പക്ഷെ ഇന്റഗ്രൽ ഓപ്റ്റിമിസത്തിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ, അത് നമ്മളാണ് എന്നുള്ളത്. നമ്മളാണ് നമ്മുടെ മനസ്സിനെ പ്രോഗ്രാം ചെയ്യേണ്ടത്, അപ്ഡേറ്റ് ചെയ്യേണ്ടത്, റീറൈറ്റ് ചെയ്യേണ്ടത്. അതിൻ്റെ ടൂളുകളും അതിൻ്റെ കാര്യങ്ങളുമാണ് നമ്മൾ ഈ ഒരു കോഴ്സ് മുന്നോട്ട് വെക്കുന്നതും നമ്മൾ പഠിക്കുന്നതും എന്നുള്ളതാണ്. അവർ മൈൻഡ് സെറ്റ് ഈസ് ഡിപ്പെൻഡിങ് അവർ വേ ഓഫ് തിങ്കിങ് പാറ്റേൺസ് എന്നുള്ളത്. നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നോ അതാണ് നിങ്ങൾ എന്നുള്ളത് നമ്മൾ കേട്ടുമടുത്ത ഒരു ക്ലീഷേ സെയിങ് ആണെന്ന് എനിക്കറിയാം. നമ്മുടെ മൈൻഡ് സെറ്റ് നമ്മുടെ ചിന്തക്കനുസരിച്ചാണ് വരുന്നത് എന്നുള്ളത്. ചെറിയ ചെറിയ ഡിസ്കഷനിലേക്കൊക്കെ നമുക്ക് പോകാം, ഒന്ന് രണ്ട് കാര്യങ്ങളൂടി പറഞ്ഞിട്ട്. എന്ന് പറഞ്ഞാൽ യുവർ ലൈഫ് ഈസ് ദ സം ടോട്ടൽ ഓഫ് തോട്ട്സ്. നമ്മുടെ ചിന്തകൾ. നമ്മൾ സാധാരണ കേസിന്റെ ഭാഗമായിട്ട് പലപ്പോഴും ഈ തോട്ട് ഡയറി, CBTയുടെ ഭാഗമായിട്ട് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയുടെ എനിക്ക് ഏറ്റവും അധികം റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വർക്കാണ് തോട്ട് ഡയറി എന്ന് പറയുന്നത്. അപ്പൊ തോട്ട്സിനൊപ്പം ഞാൻ കേസുകളിൽ വ്യാപകമായിട്ട് ഉപയോഗിച്ച് വരുന്ന ഒരു സംഗതിയാണ് തോട്ട് ഡയറി. ഇപ്പൊ എന്താണ് ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്, പറ്റാവുന്ന ആളുകൾക്കൊക്കെ വീഡിയോയിൽ വരാവുന്നതാണ് കേട്ടോ. കാരണം നിങ്ങളെ മറ്റേ സാഹചര്യം അനുവദിക്കുമെന്നുണ്ടെങ്കിൽ നിങ്ങളെ കണ്ട് സംസാരിക്കുന്നത്, നിങ്ങളെ മുഖത്ത് നോക്കി സംസാരിക്കുന്നത്, അത് നമുക്കൊരു പോസിറ്റീവ് എനർജിയാണല്ലോ. കാരണം സമാന ചിന്താഗതികളുള്ള പോസിറ്റീവായിട്ടുള്ള ആളുകളെ കാണുമ്പോൾ, പോസിറ്റീവായിട്ടുള്ള ആളുകളുമായിട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമുക്കും ആ ഒരു പോസിറ്റീവ് എനർജി തിരിച്ചു കിട്ടുമല്ലോ. പ്രത്യേകിച്ചും എനിക്കത് വളരെ ഇഷ്ടമാണ്, ആളുകളുടെ മുഖത്ത് നോക്കി സംസാരിക്കുന്നത്, കണ്ട് സംസാരിക്കുന്നത്.
അപ്പം എന്ന് കരുതി നിങ്ങൾ ഏതെങ്കിലും സാഹചര്യം അതിനനുവദിക്കാത്തതാണെങ്കിൽ നിങ്ങൾ അതിന് മെനക്കെടുകയും വേണ്ട. സാഹചര്യം അനുവദിക്കുന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾ വീഡിയോയിൽ വരിക. അപ്പോൾ പറഞ്ഞു വന്നത്, ഞാൻ എൻ്റെ കേസുകളിൽ നന്നായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ് തോട്ട് ഡയറി. തോട്ട് ഡയറി എന്ന് പറയുന്ന സമയത്ത് നമുക്ക് അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും, കുറേ ആളുകൾക്കെങ്കിലും പരിചയം ഉണ്ടാവും. ഞാനൊരു 4-5 കോളമായിട്ടാണ് ചെയ്യാറ്. ഒന്നാമത്തെ കോളത്തിൽ അവർക്ക് നെഗറ്റീവായി വരുന്ന തോട്ട് എഴുതാൻ ആവശ്യപ്പെടും. രണ്ടാമത്തെ കോളത്തിൽ ആ തോട്ട് അവരിൽ ഉണ്ടാക്കുന്ന ഫീൽ, അത് നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ കയറിയിട്ട് തോട്ട് ഡയറി എന്നൊന്ന് അടിച്ച് ഒന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോം നിങ്ങൾക്ക് കിട്ടും. ഈ ഫോം നിങ്ങൾക്ക് കേസിൽ ഉപയോഗിക്കുകയും ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഗൂഗിളിൽ കയറിയിട്ട് ജസ്റ്റ് തോട്ട് ഡയറി എന്ന് അല്ലെങ്കിൽ തോട്ട് റെക്കോർഡ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. പക്ഷെ എനിക്ക് നന്നായിട്ട് റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന പിന്നെ ഒരു സംഗതിയാണ് ഈ തോട്ട് ഡയറി. ഞാൻ തോട്ടിനെ പറ്റി പറഞ്ഞപ്പോഴാണ് അത് ഉപയോഗിക്കുന്നത്. നിലവിൽ ഇപ്പോൾ അവരെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തോട്ട് അവരെഴുതുന്നു. ആ തോട്ട് അവരിൽ ഉണ്ടാക്കുന്ന ഫീലിങ്സ് എഴുതാൻ ആവശ്യപ്പെടുന്നു. ഓഫ് കോഴ്സ് ആ തോട്ട് അവരിലുണ്ടാക്കുന്ന സെൻസേഷൻസ്, അത് ചിലപ്പോൾ നെഞ്ചത്തൊരു പിടുത്തായിരിക്കും, ചിലപ്പോൾ വയറിലൊരു അസ്വസ്ഥതയായിരിക്കും, അതല്ലെങ്കിൽ തലക്കൊരു വെയിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ തലയുടെ ഏതെങ്കിലും ഭാഗത്തുണ്ടാവുന്ന ഒരു പെയിൻ ആയിരിക്കും. എന്താണോ അവർക്ക് ഫീൽ ചെയ്യുന്ന ബോഡി സെൻസേഷൻ, അത് മൂന്നാമത്തെ കോളത്തിൽ എഴുതാൻ പറ്റും. നാലാമത്തെ കോളത്തിൽ നമ്മൾ കൊടുക്കുന്നതാണ് ഓപ്റ്റിമിസത്തിന്റെ പാർട്ട്. വളരെ കഷ്ടപ്പെട്ട് വിഷമിച്ച് ബോധപൂർവം ആലോചിച്ചിട്ട് ഒരു പോസിറ്റീവ് തോട്ട്, അത് നല്ല പണിയാ തുടക്കത്തിൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് തോട്ട് ഒരു ചെലവും ഇല്ലാതെ ഇങ്ങനെ വന്നോളും. നമ്മൾ പ്രത്യേകിച്ച് കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് ഡിപ്രഷനൊക്കെ ഉണ്ടെങ്കിൽ നെഗറ്റീവ് തോട്ട്സ് ഇങ്ങനെ വരിയായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷെ ഈ പോസിറ്റീവ് തോട്ട് ഇവരൊന്ന് ആലോചിക്കണം. ഇങ്ങനെ ആലോചിച്ചത് ചെയ്യുന്ന സമയത്ത് തുടക്കത്തിൽ നല്ല പണിയാണെങ്കിലും ഒരു 3 to 4 വീക്ക് ഈ വർക്ക് ചെയ്യുമ്പോഴേക്ക് എവറി ഡേ ഒരു തോട്ടെങ്കിലും അവർ ചെയ്യുകയാണെങ്കിൽ ഒരു 4th വീക്കൊക്കെ ആവുന്ന സമയത്തേക്ക് അവരുടെ നെഗറ്റീവ് തോട്ട് വളരെ 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 കുറഞ്ഞു വരുന്നതും പോസിറ്റീവ് തോട്ട് ഇൻക്രീസ് ചെയ്യുന്നതും അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ തോട്ട് മാറ്റാൻ പറ്റുമെന്നും തോട്ട് മാറ്റിയാൽ ഫീലിംഗ് മാറുമെന്നും ആദ്യ തോട്ട് മാത്രമേ നമ്മൾ എഴുതിക്കുള്ളൂ. ഒരു 1 വീക്ക് കഴിയുമ്പോൾ പോസിറ്റീവ് തോട്ടിന്റെ ഫീലിംഗ് കൂടി എഴുതി. എഗെയിൻ ഒരു 1 വീക്ക് കഴിയുന്ന സമയത്ത് പുതിയ സെൻസേഷൻ കൂടി എഴുതിക്കും. ഒരു 4th വീക്കൊക്കെ ആവുന്ന സമയത്തേക്ക് അവരുടെ ഈ ബോഡി സെൻസേഷൻസ്, നെഞ്ചത്തെ ഭാരം, തലക്കനുഭവപ്പെടുന്ന കനം, ഇതൊക്കെ ഇല്ലാത്ത രൂപത്തിലേക്ക് മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. കേസുകളിൽ ഞാൻ സ്ഥിരം കാണുന്നതാണ്. കാരണം തോട്ടിന് ഫ്രീക്വൻസി, നമ്മുടെ തോട്ട് ഒരു എനർജിയാണ്. എല്ലാ ചിന്തയും ഒരു എനർജിയാണെന്ന് നമുക്കറിയാം. അതിന് ഫ്രീക്വൻസി ഉണ്ട്. ആ ഫ്രീക്വൻസിയിൽ മാറ്റം വരികയാണ് നമ്മൾ തോട്ടിൽ മാറ്റം വരുത്തുമ്പോൾ ചെയ്യുന്നത്. ഈ ഫ്രീക്വൻസിയിൽ മാറ്റം വരുന്ന സമയത്ത് എനർജി നമുക്ക് മാറും. എനർജി മാറുന്ന സമയത്ത് ഫീലിംഗ് മാറും. ഫീലിംഗ് മാറുന്ന സമയത്ത് ബോഡിയിൽ അനുഭവപ്പെടുന്ന നമ്മുടെ ബുദ്ധിമുട്ടുകളും മാറും. ഇങ്ങനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യിക്കാറുള്ള ഒരു സംഗതിയാണ് ഈ പറയുന്ന തോട്ട് ഡയറി അല്ലെങ്കിൽ തോട്ട് റെക്കോർഡ് എന്ന് പറയുന്ന ഒരു സംഗതി. കാരണം തോട്ട് ബേസിക്കലി നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ CBTയുടെ ആകത്തുക എന്ന് പറയുന്നത് തോട്ടിൽ മാറ്റം വരുത്തുക എന്നുള്ളതാണ്. അപ്പം നമ്മളുടെ ലൈഫ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് നമ്മുടെ തോട്ട് പ്ലസ് നിങ്ങൾ ഒരു ദിവസം ഇത് എഴുതി വെക്കുകയാണെങ്കിൽ വളരെ രസമുള്ള ഒരു സംഗതിയാണ്. നിങ്ങൾക്ക് ഒരു ദിവസത്തെ നിങ്ങളുടെ തോട്ട് എഴുതി വെക്കാൻ നോക്കുകയാണെങ്കിൽ, ഒരു വർക്കായിട്ട് നമ്മൾ ചെയ്തു നോക്കുകയാണെങ്കിൽ, ആ രാത്രി നമ്മളൊന്ന് വായിച്ചു നോക്കുകയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒന്ന് ഞെട്ടിപ്പോവാനുള്ള സാധ്യതകൾ ഉണ്ടാവും. എത്രമാത്രം നെഗറ്റീവ് തോട്ടുകൾ നമ്മളിലൂടെ കടന്നു പോകുന്നുണ്ടെന്നുള്ളൊരു കണക്ക് നമുക്ക് കിട്ടും. അത് ഇവിടെ ഇരിക്കുന്ന ആളുകളെ സംബന്ധിച്ചല്ല പറയുന്നത്. നിങ്ങൾ ചിലപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്ന ആളുകളാണെങ്കിൽ, അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ കോഴ്സൊക്കെ ചെയ്ത് മാറിയിട്ടുള്ള ആളുകളാണെങ്കിൽ, അതല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിൽ, നിങ്ങളുടെ തോട്ട്സിൽ നല്ലൊരു ശതമാനവും പോസിറ്റീവായിരിക്കും. അപ്പം ഈ തോട്ട് നമ്മൾ എന്തുണ്ടാക്കുന്നു എന്ന് ചോദിച്ചാൽ ഫീലിങ്സ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ തോട്ട് മാത്രമല്ല ഫീലിങ്സ് മാത്രമല്ല നമ്മുടെ പ്രവർത്തികൾ. അതാണ് CBT മോഡൽ എന്ന് പറയുന്നത്. തോട്ട്, ഫീലിംഗ്, ആക്ഷൻസ്,
ഇത് മൂന്നും കൂടി ചേർന്നതാണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജീവിതത്തിന്റെ ആകത്തുക എന്ന് പറയുന്നത് ഇത് മൂന്നും കൂടി ചേർന്നതാണ്. അപ്പോൾ നിങ്ങളുടെ തോട്ടും നിങ്ങളുടെ ഫീലിങ്സും നിങ്ങളുടെ പ്രവൃത്തിയും ഇങ്ങനെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ലൈഫിന്റെ ഒരു ചിത്രം നമുക്ക് കിട്ടും. ഈവൻ നിങ്ങൾ മനഃശാസ്ത്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു തോട്ട് ഡയറി, നമ്മൾ തോട്ട് ഡയറിയുടെ ഭാഗമായിട്ട് ഫീലിങ്സ് നമ്മൾ ഇതാക്കുന്നുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് അവരുടെ ആക്ഷൻസിനെ കുറിച്ച് നമ്മൾ ചോദിച്ചറിഞ്ഞാൽ അവരുടെ ലൈഫ് എങ്ങനെ പോകുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ അവർ ഈ പോസിറ്റീവ് തോട്ട് എഴുതി തുടങ്ങി അവരവിടെ ഒരു മാറ്റം വരുത്തി കുറച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് അവരുടെ ഫീലിങ്സിലും അവരുടെ ആക്ഷൻസിലും വരുന്ന മാറ്റവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇതിന്റെ ന്യൂറോ സയൻസ് നോക്കുകയാണെങ്കിൽ തോട്ട് നമുക്ക് ശരിക്ക് നമ്മളുടെ റീസണിങ് ബ്രെയിൻ, നമ്മുടെ പിന്നെ എന്താണ് പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് അതിൽ ആവശ്യമായ മാറ്റം നമുക്ക് വരുത്താൻ പറ്റും എന്നുള്ളതിൻ്റെ തെളിവാണ് ഞാൻ ഒരുപാട് കാലമായിട്ട് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന തോട്ട് ഡയറി. ഈ തോട്ടിൽ വരുത്തുന്ന മാറ്റങ്ങൾ ഫീലിങ്സിൽ പിന്നെ മാറ്റം വരുത്തും, അതുപോലെ ആക്ഷൻസിലും മാറ്റം വരുത്തും. ഇപ്പോഴും ഞാൻ എൻ്റെ കേസുകളിൽ ചിലപ്പോൾ ഇതിൽ തന്നെ ആരെങ്കിലും ഒക്കെ അതിൽ വരുന്ന ആളുകൾ പങ്കെടുക്കുന്നുണ്ടാവാം, അതുകൊണ്ട് പേരോ കാര്യങ്ങളോ ഒന്നും ഞാൻ പറയുന്നില്ല. ഇപ്പോഴും ഞാൻ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ് ഈ മൂന്ന് കാര്യങ്ങളിൽ മാറ്റം വരുത്തിയാൽ നമ്മുടെ ലൈഫിൽ മാറ്റം വരുത്താൻ പറ്റും എന്നുള്ളതും. അതുകൊണ്ട് CBT തോട്ട് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ഇന്റഗ്രൽ ഓപ്റ്റിമിസം ഒരു കൂട്ടം ആക്ടിവിറ്റിയിലൂടെ നമ്മുടെ തോട്ടും ഫീലിങ്ങും ആക്ഷൻസും ഒക്കെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി നമുക്ക് പിന്നെ ഡോക്ടർ കെന്നത്ത് മക്ഫാർലാൻഡിന്റെ ഒരു പഠനമുണ്ട്. അദ്ദേഹം പറയുന്നത് ബോധപൂർവം ചിന്തിക്കുന്ന ആളുകൾ 2%. നമ്മൾ ബോധപൂർവം മീൻസ് ചിന്തിച്ചിട്ട് ലൈഫിനെ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ ചിന്തയെ കൺട്രോൾ ചെയ്യുന്ന ആളുകൾ ശരിക്കും 2% ആളുകളേ ഉള്ളൂ എന്നുള്ളത്. ഒരുപക്ഷെ ഇവിടെ നമുക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്ത് പറയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകം ഭരിക്കുന്നതും ലോകത്തെ നിയന്ത്രിക്കുന്ന ആളുകളുടെ എണ്ണവും നമ്മൾ നോക്കിക്കഴിയുന്ന സമയത്ത് അതൊരു 5-6% ആളുകളാണെന്നുള്ള, സമ്പത്തിന്റെ കാര്യത്തിലെടുത്താലും ഇന്റലക്ച്വൽ പിന്നെ എന്താണ് തിങ്ക് ടാങ്കുകൾ എന്നുള്ള വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ചിന്തയുടെ ടാങ്കുകളായിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ ഇവരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 5-6% വരുന്നതാണ്. കാരണം 3%-ഓളം ആളുകൾ വിചാരിക്കുന്നുണ്ട് പീപ്പിൾ തിങ്ക് ദേ തിങ്ക് എന്നാണ്. ഓഫ് പീപ്പിൾ തിങ്ക് ദേ തിങ്ക്, അവർ ചിന്തിക്കുന്നുണ്ട്, വിചാരിക്കുന്ന ആളുകൾ കുറച്ചുണ്ട്. ആക്ച്വലി ചിന്തയെ നിയന്ത്രിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ നിയന്ത്രിത രൂപത്തിൽ ചിന്തിക്കുന്ന ആളുകളുണ്ട് എന്നുള്ളതാണ്. ഇദ്ദേഹത്തിന്റെ പഠനം കാണിക്കുന്നത് 95% ആളുകളും കാര്യമായി ചിന്തിക്കാതെ മരിച്ചു പോകുന്നു. ഇത് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ തല്ലൂടാൻ വരും, ഞങ്ങളൊക്കെ ചിന്തിക്കുന്നില്ലേ അല്ലെങ്കിൽ എല്ലാവരും ചിന്തിക്കുന്നില്ലേ. അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഏത് തരം ചിന്തയാണ് നമ്മൾ ചിന്തിക്കുന്നത്, നമ്മുടെ ചിന്ത നമ്മുടെ കൺട്രോളിലാണോ എന്നുള്ളതാണ്. ഈ 2%, അതിനെ കുറച്ചുകൂടി നമ്മൾ കൂട്ടി പറഞ്ഞാൽ ഈ ഒരു 5% വരുന്ന എമൗണ്ട് അല്ലെങ്കിൽ ആ ഒരു വരുന്ന ആളുകളാണ് അവരുടെ ചിന്തയെ കൺട്രോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ചിന്തയെ അവര് പിന്നെ എന്ത് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്തുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ പഠനം കാണിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ചിന്തക്കൊരു പ്ലാൻ ഉണ്ടോ എന്നുള്ളതാണ്. നമുക്കൊരു പ്ലാന്, അതായത് വാട്ട് ടു തിങ്ക്, എന്ത് ചിന്തിക്കണം എന്ന് നമ്മൾ ആലോചിക്കാറുണ്ടോ, അതോ നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുകയാണോ ചെയ്യാറുണ്ടോ? നമ്മൾ പറയാറില്ലേ ആളുകളെ പറ്റി പറയുന്ന സമയത്ത്, പിന്നെ ചില ആളുകൾ അല്ലെ മൊബൈലിന്റെ കാര്യത്തിൽ പറയാറ്, മൊബൈൽ ആളുകളെ ഉപയോഗിക്കുന്നവരുണ്ട്, ആളുകൾ കൺട്രോൾഡ് ആയിട്ട് മൊബൈൽ ഉപയോഗിക്കുന്നവരുണ്ട്. മൊബൈലാണ് ഇപ്പോൾ നമ്മുടെ പല ആളുകളെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുക. ഒന്നുകിൽ അതിൽ ചാർജ് തീരണം, അല്ലെങ്കിൽ നെറ്റ് കട്ടാവണം, എങ്കിലേ നമ്മൾ നിർത്തൂ. എന്നാൽ അപൂർവം ചില ആളുകൾ മൊബൈൽ വളരെ കൃത്യമായിട്ട് അവരുടെ ഗ്രോത്തിന് ഉപയോഗിക്കുന്നവർ. ഇതുപോലെ നിങ്ങൾക്കൊരു പ്ലാൻ ഉണ്ടോ വാട്ട് ടു തിങ്ക് എന്നുള്ളതിന്, ഹൗ ടു ഫീൽ, എങ്ങനെ ഫീൽ ചെയ്യണം എന്നുള്ളതിന്, അങ്ങനെ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളത് ഒരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. എൻ്റെ ചിന്തയെ എന്താണ് ചിന്തിക്കേണ്ടതെന്ന് എനിക്കൊരു ഐഡിയ ഉണ്ടോ, എങ്ങനെയാണ് ഫീൽ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു ഐഡിയ ഉണ്ടോ,
എങ്ങനെയാണ് ഞാൻ പ്രവർത്തിക്കേണ്ടത് എന്ന് എനിക്കൊരു ഐഡിയ ഉണ്ടോ എന്നുള്ളതാണ്. ഇത് പറയുമ്പോൾ ഇവിടെ പറയേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചിന്തയും ഫീലിങ്സും ഒക്കെ നമ്മളിൽ കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ ബോഡിയിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, ചിന്ത എനർജി ഉണ്ടാക്കുന്നുണ്ട്, എനർജിക്ക് ഫ്രീക്വൻസി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കെമിക്കൽ. നിങ്ങൾ കുറച്ചു നേരം ഒരു സങ്കടമുള്ള കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഡൗൺ ആവാൻ കാരണം നമ്മളുടെ ബോഡിയിൽ അഡ്രിനാലിൻ പോലെയുള്ള ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ചിന്തിക്കുന്നത് നമ്മളിൽ എന്തുണ്ടാക്കുന്നുണ്ട്? കെമിക്കൽ പ്രൊഡക്ഷന് കാരണമാകുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമുക്ക് ചിന്തിക്കാനൊരു പ്ലാന് വേണം. അതേപോലെ തന്നെ നമുക്ക് ഫീല് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളതിന് നമുക്കൊരു ധാരണ വേണം. ആൻഡ് ഓഫ് കോഴ്സ് നമ്മൾ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതിൽ നമുക്കൊരു ധാരണ വേണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ, പോസിറ്റീവായിട്ടാണോ നമ്മൾ ചിന്തിക്കുന്നത്, പോസിറ്റീവായിട്ടാണോ ഫീൽ ചെയ്യുന്നത്, നമ്മുടെ ആക്ഷൻ എടുത്ത് ഇത് 100% അല്ല കേട്ടോ ഞാൻ പറയുന്നത്. മോസ്റ്റ് ഓഫ് ദ തോട്ട്സ്, മോസ്റ്റ് ഓഫ് ദ ഫീലിങ്സ്, മോസ്റ്റ് ഓഫ് ദ ആക്ഷൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് വെറുതെ ആലോചിച്ച് നോക്കും. ഇനി നമുക്ക് അങ്ങനെ ഒരു പ്ലാൻ ഇല്ലെങ്കിൽ, നമ്മുടെ ചിന്ത നമ്മുടെ നിയന്ത്രണത്തിലല്ലെങ്കിൽ, നമ്മളുടെ ഫീലിംഗ് എങ്ങനെയാണെന്ന് നമുക്കൊരു ധാരണ ഇല്ലെങ്കിൽ, നമ്മുടെ പ്രവൃത്തി നമ്മുടെ കൺട്രോളിലല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു? അലോയിങ് അതർ പീപ്പിൾസ്, മറ്റാളുകളുടെ ഐഡിയകൾ, അഭിപ്രായങ്ങൾ, വിശ്വാസങ്ങൾ, വാല്യൂസ് നമ്മളുടെ മനസ്സിലേക്ക് പോവുകയും നമ്മൾ അറിയാതെ അത് നമ്മുടെ ചിന്തയായിട്ട് മാറുകയും ചെയ്യും. ഇവിടെ നിങ്ങളുടെ കുറച്ച് ആളുകളുടെ അഭിപ്രായം എനിക്ക് കേൾക്കാൻ താല്പര്യമുണ്ട്, അല്ലേ? നമ്മൾ ചില ആളുകൾ ചില രാഷ്ട്രീയത്തിൽ, അതുപോലെ തന്നെ ചില വിശ്വാസങ്ങളിൽ ഒക്കെ പെട്ടിട്ട് അതിനു വേണ്ടി തർക്കിക്കുകയും കൊല്ലിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്നത്, മറ്റുള്ളവരുടെ ആശയങ്ങളും അഭിപ്രായങ്ങളും വിശ്വാസ പ്രമാണങ്ങളും അതേപോലെ തന്നെ അവരുടെ വാല്യൂസും നമ്മൾ അറിയാതെ തന്നെ നമ്മളുടെ മൈൻഡിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്റഗ്രൽ ഓപ്റ്റിമിസം മുന്നോട്ട് വെക്കുന്ന ഒരു 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 തിയറി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ തിയറി എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. വാട്ട് യു തിങ്ക്? ഇതിൽ ഒന്ന് രണ്ട് ആളുകളുടെ അഭിപ്രായങ്ങളൊന്ന് കേട്ടിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാം. കാരണം നമ്മൾ പലതരത്തിലുള്ള ആളുകൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ടാവും, അല്ലെ? നമ്മൾ നമ്മുടെ ചുറ്റുവട്ടം ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സ്വന്തം ചിന്തയനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണോ? അതുപോലെ തന്നെ എനിക്ക് എങ്ങനെ ഫീൽ ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കുന്നതാണോ? എൻ്റെ പ്രവൃത്തി എൻ്റെ കൺട്രോളിലാണോ? അതോ ആളുകൾ മറ്റുള്ളവരെ നിയന്ത്രിക്കുകയാണോ കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നിങ്ങളുടെ ഒരു ഒബ്സർവേഷൻ. ഒന്ന് കുറച്ചാളുടെ റെസ്പോൺസ് ആണ്. ഇതുവരെ ആരും ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ, നമുക്കൊന്ന് മിണ്ടി തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. ഗുഡ് ഈവനിങ് മോമൻജി. ഗുഡ് ഈവനിങ്. ആദ്യം തന്നെ മോമൻജി, ഞാൻ നോട്ടിംഗ് ഹിൽ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയുടെ പോസിറ്റീവ് സൈക്കോളജി നമ്മളുടെ കോവിഡിൻ്റെ ടൈമിൽ ചെയ്തിട്ടുണ്ടായി. ഓ ഗ്രേറ്റ്, സന്തോഷം. അപ്പം നമ്മൾ സാലിഗ്രാം അങ്ങനത്തെ അല്ലേ? ആ ആ ആ ആ അത് തന്നെ. അപ്പം അതിൻ്റെ ഇത് ഞാൻ ചെയ്തിരുന്നു. അപ്പം അത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതിലെ കുറേ കാര്യങ്ങൾ ആക്ച്വലി ഞാൻ നമ്മളുടെ കൗൺസിലിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്യാറുണ്ട്. പ്രത്യേകിച്ചും ഞാൻ പറഞ്ഞില്ല, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ലവിങ് കൈൻഡ്നസ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു യെസ് മെഡിറ്റേഷൻ യെസ് യെസ്. അതുണ്ട്, LKM എന്ന് പറയുന്ന. അത് ഞാൻ ഇൻകോപ്പറേറ്റ് ചെയ്യാറുണ്ട് പലതിലും. ദാറ്റ്സ് വെരി നൈസ്. പിന്നെ രണ്ടാമത്തെ ഇപ്പം പറഞ്ഞ കാര്യങ്ങളിൽ ഇത് പറഞ്ഞ ഉടനെ എൻ്റെ തലയിൽ വന്ന 2 ദിവസം മുമ്പേ എന്നെ ഒരു ടീച്ചർ വിളിച്ചതാണ്. ആ ടീച്ചർ അവർക്ക് സ്കൂളിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവരൊരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തു. വേറെ ആരും ഒരു കാര്യമായിട്ട് ഇൻട്രസ്റ്റ് ഒന്നും എടുത്തില്ല. അവരവരുടെ സ്വന്തം എഫർട്ടിൽ അത് ആ കുട്ടികൾക്ക് വേണ്ടി ഓർഗനൈസ് ചെയ്തു. അത് വളരെ ഭംഗിയായി നടന്നു. കുട്ടികളെല്ലാവരും അതിൽ ഭയങ്കര ഹാപ്പിയായി. അവർ എന്താ NCCയുടെ മിലിറ്ററിയുടെ എന്തിനോ വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. അപ്പോൾ യെസ് കുട്ടികളെല്ലാവരും അത് ഇങ്ങനത്തെ ഒന്നും അറിയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവർക്കതൊരു പുതിയ ഇൻഫർമേഷൻ എന്നുള്ള നിലയ്ക്ക് ദേ വെയർ ഓൾ വെരി ഹാപ്പി. പക്ഷേ സ്കൂളിൻ്റെ ഭാഗത്തുനിന്നോ വേറെ ആരുടെ ഭാഗത്തുനിന്നോ അങ്ങനത്തെ യാതൊന്നും ഉണ്ടായില്ല. അത് കഴിഞ്ഞ് അവർ ടീച്ചേഴ്സ് റൂമിലെങ്ങാനും വന്നു കഴിഞ്ഞിട്ട് വേറൊരു ടീച്ചറായിട്ട് ഇതിനെ പറ്റിയിട്ട് എന്തോ പറഞ്ഞപ്പം
അവർ പറഞ്ഞു അത്രേ, നിങ്ങൾ ഇതേപോലെ നിങ്ങളുടെ ക്ലാസ്സിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കുട്ടികൾക്ക് കൊടുത്താൽ അവർക്ക് അതിൻ്റെ ഒരു പ്രയോജനം ഉണ്ടാവില്ലേന്ന്. അങ്ങനെ അപ്പോൾ അവർ പറഞ്ഞു അത്രേ, നിങ്ങൾ വളരെ ചെറുപ്പമായിട്ടുള്ള ഒരു ടീച്ചറാണ് ഈ മറുപടി പറയുന്നത്. ഇവര് കുറച്ച് സീനിയർ ആയിട്ടുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുത്ത് അവരെ പുതിയ ഇതൊക്കെ ഇതാക്കണം. അപ്പോൾ ഇവര് തിരിച്ചവരോട് പറഞ്ഞിരിക്കുക, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കിയാൽ മതി, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്താൽ മതി. ഞാൻ എന്ത് ചെയ്യണം, ഞാൻ എങ്ങനെ ചെയ്യണം, എന്തായതാന്നുള്ള അങ്ങനെയൊന്നും അങ്ങനെ ഇവര് കുറേ അങ്ങോട്ടേക്ക് ബ്ലാസ്റ്റ് ചെയ്തു അവരെ. അവര് ടോട്ടലി സ്റ്റണ്ടായിപ്പോയി. ഒന്നാമത്തേത് അവർ ഇച്ചിരി വേഗം സെൻസിറ്റീവാണ്, വേഗം അപ്സെറ്റ് ആവുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. അവർക്ക് അന്ന് ആകെ മൂഡ് ഓഫായി. അവര് ബാക്കിയുള്ള ക്ലാസ് ഒന്നും അവർക്ക് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റിയില്ല ഉച്ചയ്ക്ക് ശേഷമുള്ളത്. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നിട്ട് ഇതേ പ്രശ്നം അവർ കൊണ്ടു നടന്നു. ഭർത്താവിനോട് പറഞ്ഞപ്പോൾ ഭർത്താവ് പറഞ്ഞു, അത് നീ കേട്ടു, അത് വിട്ടു, അവരവരുടെ ഇത് വിവരക്കേട് പറയണത്, നീ അത് നിന്റെ തലയിലെടുത്തിട്ട് നീ എന്തിനാണ് നിന്റെ ദിവസം കളയുന്നതെന്ന് ഭർത്താവ് പറഞ്ഞു. പക്ഷെ അവര് പറയുന്നത്, എന്നാലും അങ്ങനെ ആൾക്കാർക്ക് പറയാൻ പറ്റുമോ, എന്നാലും അങ്ങനെ. അപ്പൊ ഇവിടെ ഇപ്പം നിങ്ങൾ പറഞ്ഞ മാതിരി അവരുടെ ഒപ്പീനിയൻസ്, അവര് പറഞ്ഞ കാര്യം എടുത്തിട്ട് അവരന്ന് വൈകുന്നേരം അവർക്ക് കുക്ക് ചെയ്യാൻ വയ്യ, ഫാമിലിയുടെ കൂടെ നല്ല ടൈം സ്പെൻഡ് ചെയ്യാൻ വയ്യ, ആ ഹോൾ ദിവസം ബാക്കി അവരവരുടേത് കളഞ്ഞു. എന്നിട്ട് പിന്നെ എന്നെ വിളിച്ച് ഇതെല്ലാം പറഞ്ഞു ഞാൻ എന്ത് ചെയ്യണമെന്ന്. അവരുടെ ഹസ്ബൻഡ് പറഞ്ഞ മാതിരി ഏകദേശം അതേ ലൈനിലാണ് ഞാനും വന്ന്. എനിക്ക് മനസ്സിലാവും നിങ്ങൾ പറയുന്നത് അല്ലാഞ്ഞിട്ടല്ല, ബട്ട് മറ്റുള്ളവരുടെ ഒപ്പീനിയൻസ് നമ്മൾ കേട്ട് ജീവിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് എവിടെ സ്വസ്ഥത ഉണ്ടാവുക. അപ്പോൾ എന്ന രീതിയിൽ അപ്പം ഞാൻ പറഞ്ഞു, അപ്പോൾ ഏം, ഈ ഒപ്പീനിയൻസും ബിലീഫ്സും ബാക്കിയുള്ളവരുടേത് നമ്മളുടേതാക്കാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെ എത്തില്ല. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ അത് ഒരിക്കലും നമ്മളുടേത് തന്നെ, ഇല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒന്നും ഇല്ലാതിരിക്കണം. അപ്പം അയാൾ പറഞ്ഞു, നമ്മളതെല്ലാം കേട്ടു. നമുക്ക് നമ്മുടേതായിട്ടുള്ള സ്റ്റാൻഡ് ഉണ്ടാവുമ്പോൾ ബാക്കി ആരെന്ത് പറഞ്ഞാലും വൈ ഷുഡ് വി വറി. ആ Yeah. ഒരു അതല്ലേ വേണ്ടത്. Yes. ആ അപ്പോൾ ആ ഒരു എക്സാമ്പിള് ഞാനിപ്പോൾ എനിക്കിത് പറഞ്ഞ ഉടനെ അതാണ് ഓർമ്മ വന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ അത് ഷെയർ ചെയ്യാമെന്ന്. താങ്ക് യു സോ മച്ച്. നമുക്കറിയാം, കാരണം ഇതുപോലെ പലരുടെ അഭിപ്രായങ്ങൾ, അത് പൊളിറ്റിക്സിലാവാം, അല്ലെങ്കിൽ പിന്നെ ആശയങ്ങളിലാവാം, ഏത് കാര്യത്തിൽ നാട്ടിൽ നടക്കുന്ന എന്തിലുമാവാം, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ. ഞാൻ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, നമ്മുടെ ലൈഫിന്റെ റിമോട്ട് മറ്റുള്ളവരുടെ കയ്യിലാവുക എന്നുള്ളത്. നമ്മളെന്ത് ചിന്തിക്കണം, നമ്മളെന്ത് ഫീൽ ചെയ്യണം. ചില ആളുകളില്ലേ, എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴത്തേന് ഈ പറഞ്ഞ പോലെ സെൻസിറ്റീവായിട്ട് വളരെ ഫീൽ ചെയ്തിട്ട് മണിക്കൂറുകളോ ദിവസങ്ങളോ ചിലപ്പോൾ മറ്റുള്ളവർ പറഞ്ഞൊരു വാക്കിന്റെ പേരിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അനുഭവത്തിന്റെ പേരിൽ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അഭിപ്രായത്തിന് വേണ്ടിയിട്ട് തർക്കിച്ചിട്ട് സ്വന്തം ജീവിതം. ഇവിടെയാണ് ഇന്റഗ്രൽ ഓപ്റ്റിമിസം നേരെ തിരിച്ചു കൊണ്ടുവരുന്നത്. നമുക്കൊരു പ്ലാന് വേണം, നമ്മുടെ തോട്ടിന്, നമ്മുടെ ഫീലിങ്ങിന്, നമ്മുടെ പിന്നെ ഈ പറയുന്ന നമ്മുടെ ആക്ഷൻസ്. റൈറ്റ്. ഒരു എന്തെങ്കിലും മറ്റ് കാര്യങ്ങൾ പങ്കുവെക്കാനുണ്ടോ ഒരാളുടെ ഇത് കേട്ടിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. മുഹമ്മദ് സർ, ഞാൻ യൂസഫ് പരപ്പൻ ആ ജിദ്ദയിൽ നിന്നാണ്. ആ പറയും. നിങ്ങളൊക്കെ കണ്ടിട്ട് കാലം കുറെ. ഒരുപാട് കാലമായില്ലേ കണ്ടിട്ട്. ഓക്കെ, ഓക്കെ. അപ്പൊ അതാണ് സാറിന്റെ ക്ലാസ് കണ്ടപ്പോ വേഗം കയറിയതാണ്. യാ. ഓക്കെ, സാറ് പറഞ്ഞതിൽ എനിക്ക് ചോദിക്കാനുള്ളതേ, ഇപ്പൊ നമ്മള് 100 പേരുണ്ടെങ്കിൽ 100 പേരും ലീഡേഴ്സ് ആവാൻ കഴിയില്ലല്ലോ. ഇല്ല. അവിടെ ഫോളോവേഴ്സ് ഓട്ടോമാറ്റിക്കലി വേണമല്ലോ. യെസ്. അപ്പം എല്ലാവരുടെയും സ്വന്തം ചിന്തിക്കുന്നവരാവില്ല. ബട്ട് അപ്പൊ മറ്റുള്ളവരുടെ ഐഡിയാസ് ചിലപ്പോഴൊക്കെ നമ്മൾ ഫോളോ ചെയ്യേണ്ടി വരും, കടമെടുക്കേണ്ടി വരും. യെസ്. ഒപ്പീനിയൻസും ആയാലും ബിലീഫ്സ് ആയാലും വാല്യൂസ് ആയാലും ഒക്കെ. ബട്ട് നമ്മൾ എന്താണ് ചെയ്യുന്ന അത് ശരിയാണോ തെറ്റാണോ എന്നുള്ള നോക്കാനല്ലേ പറ്റുള്ളൂ. ഇപ്പൊ യെസ്. എല്ലാവർക്കും മഹാത്മാഗാന്ധി ആവാൻ പറ്റില്ല. കുറെ യാ. ആൾക്കാർ ഗാന്ധിജിനെ ഫോളോ ചെയ്യുന്നവർ വേണ്ടേ. യാ. അപ്പൊ അതിലൊരു ലീഡർ ഉണ്ടാവുള്ളൂ. യെസ്. യാ. ഇൻട്രസ്റ്റിംഗ്. നല്ല നല്ല ഒരു അതാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു സംഗതി, നിങ്ങൾ എനിയാഗ്രാം പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ലോയലിസ്റ്റുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. നേതാവ് എന്ത് പറഞ്ഞാലും അതുപോലെ അനുസരിക്കുകയും, കുത്താൻ പറഞ്ഞാൽ കുത്തുക, തല്ലാൻ പറഞ്ഞാൽ തല്ലുക, കൊല്ലാൻ പറഞ്ഞാൽ കൊല്ലുക എന്ന് പറയുന്ന രൂപത്തിൽ പോകുന്ന ആളുകളുണ്ട്. ഇവരെയാണ് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ വിഭാഗത്തിൽ പെടുന്നത്. അതേ സമയത്ത് നമുക്ക് എല്ലാവർക്കും നേതാവാൻ പറ്റില്ല,
നല്ല ആശയങ്ങളാണെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ടി വരും. അങ്ങനെ നല്ല ഫോളോവേഴ്സ് ഉണ്ടാവുമ്പോൾ മാത്രമാണ് ഒരു നേതാവ് ഉണ്ടാകുന്നത്. പക്ഷെ ആ നേതാവ് പറയുന്നതിനെയും നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ, അതിനെപ്പറ്റി നമ്മളേതായ രീതിയിലൊന്ന് ചിന്തിക്കാൻ, അതിനെ നമുക്കൊന്ന് ഫീൽ ചെയ്യാൻ, എന്നിട്ട് നമ്മുടെ പ്രവൃത്തിയെ നമുക്കൊന്ന് നിയന്ത്രിക്കാൻ, കൺട്രോൾഡ് ആവാൻ നമുക്ക് പറ്റണം. അങ്ങനെ പറ്റുമ്പോഴാണ് നമ്മൾ ഓപ്റ്റിമിസ്റ്റിക് ആയിട്ട് മാറുന്നത് എന്നുള്ളതാണ് ഇന്റഗ്രൽ ഓപ്റ്റിമിസത്തിന്റെ ഒരു ബ്യൂട്ടിഫുൾ തിയറി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ലോകത്ത് 1,000 ലീഡേഴ്സ് ഉണ്ട്, 1,000 ആശയങ്ങളുണ്ട്, ഇതിനെല്ലാത്തിനും ഫോളോവേഴ്സ് ഉണ്ട്. പക്ഷെ അതിൽ നമ്മളൊരു പഠനം നടത്തി നോക്കുകയാണെങ്കിൽ സ്വന്തമായിട്ട് ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട് അതിനെ വിലയിരുത്തിക്കൊണ്ട് ഫോളോ ചെയ്യുന്ന എത്ര പേരുണ്ട് എന്നുള്ളത് ഇറ്റ്സ് എ ബിഗ് ക്വസ്റ്റ്യൻ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ആ ഒരു ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു മനസ്സാണ് നമ്മളിവിടെ ഉണ്ടാവേണ്ടത്. അതായത് ബ്ലൈൻഡ് ഫോളോവേഴ്സ് അല്ല നമ്മൾ വേണ്ടത് സ്റ്റഡീഡ് ഫോളോവേഴ്സ് ആണ് നമുക്ക് ഉണ്ടാവേണ്ടത് എന്നുള്ളതാണ് ഒരു സംഗതി. ഇതൊരു സംഗതി അങ്ങനെ വരുമ്പോൾ നല്ല നേതാവും നല്ല അനുയായികളും നമുക്കുണ്ടാവും. ഇല്ലെങ്കിൽ നേതാവിൻ്റെ പിന്നെ സുസ്ഥിതിക്ക് വേണ്ടിയിട്ട് സ്വന്തം ജീവൻ വലിയ അർപ്പിക്കുന്ന അനുയായികളായിരിക്കും നമുക്ക് പലപ്പോഴും ഉണ്ടാവുക. പലപ്പോഴും നമ്മൾ കാണുന്നത് അതാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഉദ്ദേശം എത്രേ ഉള്ളൂ, നമ്മൾ ഒന്ന് ആലോചിക്കണം, നമ്മൾ അതിനെപ്പറ്റി ഒന്ന് ഫീൽ ചെയ്യണം, എന്നിട്ട് നമ്മുടെ പ്രവൃത്തി നമ്മുടെ ചിന്തയുടെ നമുക്ക് കൂടി ശരിയെന്ന് തോന്നുന്നത് ആയിരിക്കണം എന്നുള്ളതാണ് ഈ പറഞ്ഞതിൻ്റെ ഒരു ഉദ്ദേശം. ഞാൻ താങ്കളുടെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞോ യൂസുഫ് സാബ്? ക്ലിയർ ക്ലിയർ ക്ലിയർ. ഓക്കെ ഫൈൻ. അപ്പൊ ഞാൻ മുന്നോട്ട് പോവുകയാണ്. നമുക്ക് വീണ്ടും ഇന്ററാക്ട് ചെയ്യാം. അല്ലേ കുറച്ച് സാറേ? നിങ്ങളോട് പറയാനുണ്ട്, എന്നിട്ട് ഞാൻ വീണ്ടും നിങ്ങളിലേക്ക് വരാം. സോ ഈ പറഞ്ഞതിൻ്റെതാണ്, പ്ലാൻ ഇല്ലെങ്കിൽ മറ്റ് പലരും നമ്മളെ ചൂഷണം ചെയ്യാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെ നമ്മളെ പണ്ട് പലരും ചൂഷണം ചെയ്തതിനെതിരെ ചിലർ ചിന്തിക്കാൻ തുടങ്ങിയപ്പോഴാണ് നമുക്ക് സ്വാതന്ത്ര്യ സമരം ഉണ്ടായതും നമ്മൾ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിയതും. റൈറ്റ്. സോ ആർ യു ആൻ ഓപ്റ്റിമിസ്റ്റ് എന്ന് പറയുന്ന ഒരു ചോദ്യമുണ്ട് ഇതൊക്കെ വെച്ചുകൊണ്ട്. അപ്പോൾ ഓപ്റ്റിമിസ്റ്റിന് 3 ഗുണങ്ങൾ നമ്മൾ പറഞ്ഞു. നമ്മൾ ചിന്തിക്കും, നമ്മൾ ഫീൽ ചെയ്യും, എന്നിട്ട് നമ്മൾ പഠിച്ചിട്ട് പ്രവർത്തിക്കും എന്നുള്ളതാണ്. ആ അർത്ഥത്തിൽ നിങ്ങളൊരു ഓപ്റ്റിമിസ്റ്റ് ആണോ എന്ന് ആലോചിച്ച് നോക്കുക. ഇനി നെഗറ്റീവ് മൈൻഡ് സെറ്റിന്റെ ചില 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 പിന്നെ സൈൻസ് ഉണ്ട്, അടയാളങ്ങളുണ്ട്. അപ്പോൾ ക്രിസ്റ്റ്യൻ എച്ച് ഗോഡ്ഫ്രോയ് ആൻഡ് അതേഴ്സ് നടത്തിയ പഠനത്തിൽ നിന്ന് അവർ കണ്ടെത്തിയിട്ടുള്ള കുറച്ച് നെഗറ്റീവ് മൈൻഡ് സെറ്റിന്റെ ഇത് നമ്മളിലുണ്ടോ എന്നുള്ളത് വെറുതെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കുക. നമ്മളൊരു ട്രൂ ഫാൾസ് അടയാളപ്പെടുത്താനുള്ളതാണ്, വെറുതെ ഒന്ന് അടയാളപ്പെടുത്തി പോവുക, ഇത്രയേ ഉള്ളൂ. ഒന്നും നമുക്കറിയാം. തേഴ്സ്റ്റ് ഫോർ ഷെയറിങ് ദ ബാഡ് ന്യൂസ് ഫസ്റ്റ്. നമ്മുടെ മൈൻഡ് സെറ്റ് നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ അറിയാതെ ബാഡ് ന്യൂസ് സ്പ്രെഡ് ചെയ്യുന്നവരായിരിക്കും. നമുക്കറിയാലോ, നമ്മുടെയൊക്കെ രാജ്യത്ത് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും തെറ്റായ ന്യൂസുകൾ പല വഴിയിലേക്ക് അത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാതെ ഫോർവേഡ് ചെയ്തിട്ടാണ് പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നത് എന്നുള്ളത് പറഞ്ഞത് നമ്മുടെ കോടതി. അല്ല, അങ്ങനൊരു സ്വഭാവം നമ്മളിൽ ഉണ്ടോ എന്നുള്ളത് ആലോചിച്ച് നോക്കുക. ഉണ്ടെങ്കിൽ അതൊരു ബാഡ് മൈൻഡ് സെറ്റിന്റെ സിമ്പലാണ് എന്നാണ് ഇദ്ദേഹവും അതേപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ കൂട്ടുകാരും നടത്തിയ പഠനം കാണിക്കുന്നത്. റൈറ്റ്. ഇപ്പൊ ഒന്നാമത്തെ ലക്ഷണം അതാണ് ബാഡ് മൈൻഡ് സെറ്റിന്റെ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതാണ്, തേഴ്സ്റ്റ് ഗോസിപ്പിംഗ്, കഥകൾ ഉണ്ടാക്കുക. നമ്മൾ നാട്ടുകാരെ പറ്റി അല്ലെങ്കിൽ മറ്റുള്ളവരെ പറ്റി കഥകൾ മെനഞ്ഞുണ്ടാക്കുന്ന സ്വഭാവം ഉണ്ടോ എന്നുള്ളതാണ്. നമ്മൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ബാഡ് മൈൻഡ് സെറ്റിന്റെ ലക്ഷണമാണെന്നാണ് പറയുന്നത്. തേഴ്സ്റ്റ് ഫോർ സെൻസേഷണൽ ന്യൂസ്, വളരെ സെൻസേഷണൽ ആയിട്ടുള്ള. നമ്മൾ മുമ്പ് ഇതിനോടൊപ്പം നമ്മൾ ഒരു പത്രക്കാർ ചോദിച്ചൊരു TV ഇന്റർവ്യൂവിൽ ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ, ഒരു കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പത്രത്തിന്റെ ഉടമസ്ഥനോട് അന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങൾ സെൻസേഷണൽ ന്യൂസ് ആദ്യത്തെ പേജിൽ ഇത്രയധികം കൊടുക്കുന്നത്? വളരെ ഓപ്പൺ ആയിട്ട് അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട്, ഞങ്ങള് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വായനക്കാരുള്ള പത്രമായി മാറിയത് കുറച്ചു കാലം മുമ്പാണ്, ഇപ്പോഴത്തെ കഥയല്ല. ഈ സെൻസേഷണൽ ന്യൂസ് കൊടുക്കുന്നത് കൊണ്ടാണ്. ഞങ്ങളുടെ വായനക്കാർക്ക് അത് വേണമെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് അത് കൊടുക്കുന്നത് എന്നുള്ളത് കൊണ്ട്.
ഇതുപോലെ സെൻസേഷണൽ ന്യൂസുകൾ ആകർഷിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മളുടെ ബാഡ് മൈൻഡ് സെറ്റിൻ്റെ സിംറ്റംസ്, സൈൻസ് നമ്മളിലുണ്ട് എന്നുള്ളതാണ്. തേഴ്സ്റ്റ് ഫോർ പെർവേഴ്സ് റിയാലിറ്റി ന്യൂസ്. നമ്മൾ ന്യൂസ്, യാഥാർത്ഥ്യത്തെ വളച്ചൊടിക്കുന്ന ന്യൂസുകളോട് താല്പര്യമുണ്ടോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അതേപോലെ തന്നെ ബിലിറ്റിൽ ആൻഡ് ബ്ലെയിം അതേഴ്സ്, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയും മറ്റുള്ളവരെ കുറച്ച് കാണിക്കുകയും ചെയ്യുന്നത് നമ്മുടെ സംസാരത്തിൽ, ഇടപെടലുകളിൽ വന്നു പോവാറുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അതൊരു ബാഡ് ഇതിൻ്റെ മൈൻഡ് സെറ്റിൻ്റെ സിമ്പലാണെന്നാണ് പറയുന്നത്. ഡീപ്പ് സീറ്റഡ് പെസിമിസം, എല്ലാത്തിലും നമ്മൾ ഒരു പെസിമിസം കാണും എന്നാണ്. ശുഭാപ്തി വിശ്വാസം ഇല്ലായ്മ ഉണ്ടാകും എന്ത് ചെയ്യുമ്പോഴും. ഇത് നമ്മൾ കൗൺസിലിങ്ങിൽ ഇഷ്ടം പോലെ കാണുന്നൊരു സംഗതിയാണ്. അത് ചെയ്താൽ ശരിയാവൂല, ഇത് ചെയ്താൽ ശരിയാവൂല, അത് ചെയ്താൽ പെർഫെക്റ്റ് ആവൂല. ഇങ്ങനെ എന്ത് ചെയ്യാൻ പോകുന്ന സമയത്ത് പെസിമിസം ഉണ്ടാവുക എന്ന്. റൈറ്റ്. നെഗറ്റീവ് ഫീലിംഗ് വൈൽ റിസീവിങ് കോംപ്ലിമെന്റ്സ്. ആരെങ്കിലും നമ്മളൊന്ന് പുകഴ്ത്തിയാൽ, നമ്മളൊന്ന് അഭിനന്ദിച്ചാൽ, പുകഴ്ത്തിയാൽ, അഭിനന്ദിച്ചാൽ നമുക്ക് നെഗറ്റീവ് ഫീലിംഗ് ഉണ്ടാകും. അതെന്നെ ആക്കിയതായിരിക്കും. ഇങ്ങനെയുള്ള ഫീലിംഗ് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡ് സെറ്റ് നെഗറ്റീവാണ് എന്നാണ് പറയുന്നത്. അപ്പം ഇതൊക്കെ നെഗറ്റീവ് മൈൻഡ് സെറ്റിൻ്റെ സിംറ്റംസ് ആയിട്ടാണ്, അടയാളങ്ങളായിട്ടാണ് എണ്ണിയിട്ടുള്ളത്. അപ്പം ഇതൊക്കെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഇനി നമ്മളെ എന്താണ് പൂർണ്ണ ഋത പാരഡൈം? അപ്പം ഇതാണ് നമ്മൾ ഇനി എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എങ്ങനെയാണ് ഇൻ്റഗ്രൽ ഓപ്റ്റിമിസം ഇത്തരം പെസിമിസീവ് ആയിട്ടുള്ള തോട്ടുകളെയും ഫീലിങ്ങിനെയും അഡ്രസ്സ് ചെയ്യുന്ന അതിൻ്റെ ടൂളുകൾ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഇന്നർ ജേണിയാണ്. ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നമ്മുടെ ഇന്നർ ജേർണി നടത്തും. അതായത് നമ്മുടെ ഉള്ളിലേക്ക് നമ്മുടെ തോട്ട്, നമ്മുടെ ഫീലിങ്, അതേപോലെ നമ്മുടെ സെൻസേഷൻസ്, ഇതൊക്കെ ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നതാണ് പൂർണ്ണ പാരഡൈമിൻ്റെ രീതി എന്ന് പറയുന്നത്. ആൻഡ് ഇൻ്റഗ്രൽ അവെയർനെസ്, നമ്മളുടെ പോസിറ്റീവ്സും നെഗറ്റീവ്സും ലിമിറ്റേഷൻസും അതേപോലെ തന്നെ നമ്മുടെ കഴിവുകളും ഒക്കെ കൃത്യമായ ഒരു ബോധം ഉണ്ടാവുക എന്നുള്ളതാണ് അതിന് പറ്റുന്ന ആക്ടിവിറ്റീസ്. കോർ ഇഷ്യൂ ഐഡൻറ്റിഫിക്കേഷൻ, ഈ വാക്ക് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. നമ്മൾ കഥ ചോദിച്ച സമയത്ത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ട് ചോദിച്ച സമയത്ത്, അതേപോലെ അത് ഇഷ്ടപ്പെട്ട നേതാവിനെ ചോദിച്ച സമയത്തൊക്കെ നമ്മൾ കോർ ഇഷ്യൂ എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ചിരുന്നു. എന്താണ് നമ്മളെ ആരെങ്കിലുമൊക്കെ, നമ്മളെന്ന് പറയുന്ന സമയത്ത് ഇവിടെ കൂടിയിരിക്കുന്ന ഈ ആളുകളല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരുപക്ഷെ നമ്മൾ ഒരുപാട് കോഴ്സുകൾ ചെയ്ത് പല വഴിയിലൂടെ സഞ്ചരിച്ച് നമ്മൾ ഒരുപാട് ഓട്ടോ റീസെറ്റ് നടന്നിട്ടുണ്ടാവും. ആ വാക്ക് നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മൾ മറ്റുള്ളവരെ കൗൺസിൽ ചെയ്യുന്ന സമയത്ത്, ബുക്കുകൾ വായിക്കുന്ന സമയത്ത്, കോഴ്സുകൾ ചെയ്യുന്ന സമയത്തൊക്കെയും തന്നെ നമുക്ക് കോർ ഇഷ്യൂ ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു സംഗതി വളരെ പ്രധാനമായിട്ട് നമ്മളറിയാതെ നമ്മളിൽ കണ്ടെത്തുകയും അത് നമ്മൾ ഓട്ടോ റീസെറ്റ് ചെയ്ത് പോയി. അത് ചിലപ്പോൾ നല്ല സുഹൃത്തുക്കൾ വഴിയാവും, നല്ല ക്ലാസ്സുകൾ വഴിയാവും. പലപ്പോഴും നമ്മുടെ മൈൻഡ് മോക്കിൻ്റെ ക്ലാസ്സുകളിൽ പങ്കെടുത്ത അവസാനം ആളുകൾ റിവ്യൂ പറയുന്ന സമയത്ത് പറയുന്ന ഒരു വാക്കുണ്ട്, എനിക്കുണ്ടായിരുന്ന കുറേ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ആ പ്രശ്നങ്ങളൊന്നും എന്നെ, പ്രത്യേകിച്ച് നമ്മൾ TA ഒക്കെ ചെയ്തപ്പോൾ ഒത്തിരി പേരത് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ തരത്തിൽ ഓട്ടോ റീസെറ്റ് നടന്നതുകൊണ്ട് ഇവിടെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു കോർ ഇഷ്യൂ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവണമെന്നില്ല. ദ സെയിം ടൈം നമ്മുടെ മുമ്പിലെത്തുന്ന, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള പല ആളുകളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നെഗറ്റീവ് കോർ ഇഷ്യൂസ് ഉണ്ടാവും. അതെങ്ങനെ കണ്ടെത്തണം എന്നുള്ളത്. ആൻഡ് ഓഫ് കോഴ്സ് ഓപ്റ്റിമിസ്റ്റിക് മൈൻഡ് സെറ്റ്. ഈ ഓപ്റ്റിമിസ്റ്റിക് മൈൻഡ് സെറ്റ് ഉണ്ടാക്കുന്നതിന് ഈ കോഴ്സിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ, ഞാൻ ഉൾപ്പെടുത്തിയത് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഇൻ്റഗ്രൽ ഓപ്റ്റിമിസത്തിൻ്റെ പെർവ്യൂവിൽ വരുന്നതാണിത്. ഒന്ന് സെൽഫ് ഹിപ്നോസിസ് ആണ്. നമ്മൾ കൃത്യമായിട്ട് നമുക്ക് സെൽഫ് ഹിപ്നോസിസ് നടത്തിക്കൊണ്ട് അതിൻ്റെ ഓഡിയോ അടക്കം നിങ്ങൾക്ക് തരും. അത് കേട്ടുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന സെൽഫ് ഹിപ്നോസിസ് എങ്ങനെ നമ്മൾ ചെയ്യണം, അതുവഴി നമുക്ക് എങ്ങനെയാണ് നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റാൻ പറ്റുക. മറ്റൊന്ന് ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്ന ടെക്നിക്ക് നമ്മൾ പരിശീലിക്കും. എങ്ങനെയാണ് നമ്മുടെ ബ്രെയിനിൻ്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുക എന്നാണ്. പോസിറ്റീവ് സൈക്കോളജിയുടെ ഒക്കെ ഉദ്ദേശം എന്ന് പറയുന്നത് മറ്റുള്ളവരിൽ മാറ്റം ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മളിൽ മാറ്റം ഉണ്ടാക്കുക. പക്ഷേ ഇപ്പം നേരത്തെ മീനാക്ഷി മാം സൂചിപ്പിച്ചതുപോലെ പോസിറ്റീവ് സൈക്കോളജി ഒരു കൗൺസിലറുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ
വളരെ മനോഹരമായിട്ട് അത് കൗൺസിലിങ്ങിൽ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് ഇതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആണ് ശരിക്കും. ഇതിൻ്റെ ബേസിക് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നമ്മളെ ഇൻഡിവിജ്വൽ മാറുക എന്നുള്ളതാണെങ്കിൽ അത് നമുക്ക് മറ്റ് ഇൻഡിവിജ്വലിനെ മാറ്റുന്നതിന് വളരെ മനോഹരമായിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത്. പിന്നെ നമ്മളിതിൽ ഉപയോഗിക്കുന്ന ഒരു ടൂള് മൂഡ് ഡിസൈനിങ് ആണ്. നമ്മളുടെ മൂഡ്, നമ്മുടെ ഫീലിങ്ങിനെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. എങ്ങനെയാണ് നമ്മുടെ മൂഡ്, നമ്മുടെ ഫീലിങ്സ്, നമ്മൾ എങ്ങനെ അതിനെ ഡിസൈൻ ചെയ്യും, ഇതൊക്കെ നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് പ്രാക്ടിക്കലായിട്ട് പരിശീലിക്കുന്നതാണ്. പിന്നെ പൂർണ്ണ ഓപ്റ്റിമിസം തെറപ്പിയാണ് പിന്നെ നമ്മൾ പരിശീലിക്കുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് പോലെ തന്നെ ഈ ഒരു കോഴ്സിലും ഒത്തിരി പ്രാക്ടിക്കൽസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഈ സെൽഫ് ഹിപ്നോസിസ് പോലെയുള്ള, അതേപോലെ ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ പോലെയുള്ള, അതേപോലെ തന്നെ പൂർണ്ണ ഓപ്റ്റിമിസം തെറപ്പി പോലെയുള്ള ഒത്തിരി ടെക്നിക്കുകൾ, ഏതാനും ടെക്നിക്ക് ഞാൻ ഇവിടെ പറഞ്ഞു എന്ന് മാത്രം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇന്നർ ഹീലിംഗ്, നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും മുറിവുകൾ ഉണ്ടെങ്കിൽ അതെങ്ങനെ ഹീൽ ചെയ്യണം എന്നുള്ളത്. അതേപോലെ തന്നെ ഇൻ്റഗ്രൽ സ്പിരിച്വാലിറ്റി, ഞാനിത് ആ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. സ്പിരിച്വൽ ആയിട്ടുള്ള കുറച്ച് സംഗതികൾ നമ്മളിതിൽ ഉപയോഗിക്കുന്നുണ്ട്. വെറും സയന്റിഫിക് സംഗതികളാണ് കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിലും ചില ഇഫക്റ്റീവ് ആയിട്ടുള്ള സ്പിരിച്വൽ ടൂളുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ സ്മാർട്ട് സ്കിൽസ്, ഓപ്റ്റിമിസത്തിൻ്റെ കുറേ സ്മാർട്ട് സ്കിൽസ് എന്ന് പറയുമ്പോൾ ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അഭ്യസിച്ച് പോകുന്നതാണ്. ഇതൊക്കെയും തന്നെ പൂർണ്ണ പാരഡൈമിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പരിശീലിക്കുന്ന കാര്യങ്ങളാണ്. ആൻഡ് ഓഫ് കോഴ്സ് റിസോഴ്സ് ടു ഹാൻഡിൽ സ്ട്രെസ്, നമ്മൾ എങ്ങനെയാണ് സെൽഫ് ഹിപ്നോസിസ് സ്ട്രെസ് ഹാൻഡിൽ ചെയ്യാൻ ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ നമുക്ക് സ്ട്രെസ് ഹാൻഡിൽ ചെയ്യാൻ ഉപയോഗിക്കേണ്ടത്, നമുക്ക് കൗൺസിലിങ്ങിലൊക്കെ ഏറെ ഉപയോഗമുള്ള സാധനമാണ്. അതുപോലെ ഇൻ്റഗ്രൽ വിഷ്പേഴ്സ് ഒന്നുമില്ല, സെൽഫ് ടോക്ക്. നമ്മുടെ സെൽഫ് ടോക്ക് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യേണ്ടത്, റൈറ്റ്? ഇൻ്റഗ്രൽ റെസിലിയൻസ്, നമ്മൾ എവിടെയെങ്കിലും വീണ് പോയാൽ, പരാജയപ്പെട്ടു പോയാൽ, തകർന്നു പോയി എന്നുള്ള തോന്നലുണ്ടായാൽ എങ്ങനെയാണ് അവിടുന്ന് എണീറ്റ് വരേണ്ടത്, അതിനുള്ള ഇൻ്റഗ്രൽ മെത്തേഡ്സ് എന്തൊക്കെയാണ് നമ്മൾ പരിശീലിക്കുന്നുണ്ട്. പിന്നെ സൈക്കോസെക്ഷൽ മെച്യൂരിറ്റി, മാനസികമായ ലൈംഗികമായ പക്വതയിലേക്ക് എങ്ങനെയാണ് എത്താൻ പറ്റുക. സ്പിരിച്വൽ ഇൻ്റഗ്രേഷൻ, ഇവിടെ സ്പിരിച്വൽ എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നത് മതപരമായ അർത്ഥത്തിലല്ല, ഒരു ഹ്യൂമൻ വെൽബീയിങ് എന്നുള്ള അർത്ഥത്തിലാണ്. മനുഷ്യന്റെ നന്മക്ക് നമ്മുടെ ഈ സ്പിരിച്വൽ ഇൻ്റഗ്രേഷൻ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. അഫക്റ്റീവ് മെച്യൂരിറ്റി, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ മൂഡ് ഫീലിങ്ങിന് മെച്യൂർഡായിട്ട് നമുക്ക് എങ്ങനെ അറിയാതെ ദേഷ്യം പിടിച്ചു പോകുന്ന, സങ്കടം വന്നു പോകുന്ന സാഹചര്യം ഒഴിവാക്കിക്കൊണ്ട് എങ്ങനെ മെച്യൂർഡായിട്ട് നമുക്ക് ആക്കാൻ പറ്റും. പിന്നെ എവറിഡേ മാനേജ്മെന്റ്, ഓരോ ദിവസവും ഈ പറയുന്ന, നമുക്കറിയാലോ മനുഷ്യനൊരു സ്ട്രെസ് ഉണ്ടാവുന്ന, സ്ട്രെയിൻ ഉണ്ടാവുന്ന, അല്ലെങ്കിൽ ഇമോഷണലി പലപ്പോഴും കൈവിട്ടു പോകുന്ന ഒരുപാട് അവസരങ്ങളെ നമുക്ക് സെൽഫായിട്ട് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് നേരത്തെ പറഞ്ഞ പൂർണ്ണ ഇൻ്റഗ്രേഷൻ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ. അതിന് പറ്റുന്ന ടൂളുകളാണ് നമ്മൾ പരിചയപ്പെടുക. ഇപ്പം മെത്തഡോളജി ആൻഡ് ടൂൾസ് നമ്മൾ എടുക്കുന്ന എക്കലക്റ്റിക് ആൻഡ് ഫ്ലെക്സിബിൾ മെത്തഡ്, ഈ വാക്ക് നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. എക്കലക്റ്റിക് എന്ന് പറയുമ്പോൾ ഒരുപാട് ശാസ്ത്ര ടൂളുകളിൽ നിന്ന് എടുത്തിട്ടുള്ള മെത്തേഡുകൾ, അത് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത്. അതായത് നമ്മൾ അതിൻ്റെ ടൂളിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കും നമ്മൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊഗ്നിറ്റീവ് ന്യൂറോ സയൻസിൻ്റെ സാധ്യതകൾ ഉപയോഗിക്കുന്നുണ്ട്, മെൻ്റൽ സയൻസിൻ്റെ സാധ്യതകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, സോഷ്യൽ സൈക്കോളജിയുടെ സാധ്യതകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, സ്പിരിച്വൽ ഇൻ്റഗ്രേഷൻ മോഡൽ, ഇതെല്ലാം കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഈ ഒരു കോഴ്സിൽ. അപ്പോൾ അവിടെ ന്യൂറോ സയൻസ് ഉണ്ട്, സോഷ്യോ സ്പിരിച്വൽ ഇൻ്റഗ്രേഷൻ്റെ സാധ്യതകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി പറയുന്ന സകല ടൂളുകളിൽ നിന്നും ഇതിലേക്കായിട്ട് കടമെടുത്തിട്ടുണ്ട്. ഒന്ന് സ്പിരിച്വാലിറ്റി, നമ്മൾ എല്ലാ തരത്തിൽപ്പെട്ട സ്പിരിച്വൽ സംഗതികളിൽ നിന്നും ചില സംഗതികൾ ഇതിലേക്ക് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്, റൈറ്റ്? ന്യൂറോ സയൻസ്, ഓഫ് കോഴ്സ്, കൊഗ്നിറ്റീവ് സയൻസ്, ന്യൂറോ സയൻസ്, നമുക്കൊരു മോഡ്യൂൾ തന്നെ ഉണ്ട് ന്യൂറോ സയൻസ്. കൃത്യമായിട്ട് എങ്ങനെയാണ് നമ്മുടെ ബ്രെയിൻ സയൻസ് നമ്മളുടെ ഓപ്റ്റിമിസ്റ്റിക് ആക്കുക എന്നുള്ളത് വിത്ത് എവിഡൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. സൈക്കോളജി, ഓഫ് കോഴ്സ്, സൈക്കോളജിയുടെ ഒരുപാട് സംഗതികൾ നമ്മൾ ഇതിലേക്ക് എടുക്കുന്നുണ്ട്, റൈറ്റ്? ഹിപ്നോസിസ്, നമ്മൾ സെൽഫ് ഹിപ്നോസിസ് പോലുള്ള ഹിപ്നോസിസിൻ്റെ സാധ്യതകൾ, റൈറ്റ്? NLP,
NLPയിലെ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിങ്ങിലെ ചില ടൂളുകൾ നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ബ്രെയിൻ ജിമ്മിന്റെ ചില സാധ്യതകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ലോഗോ സിന്തസിസ്, ലോഗോ തെറാപ്പിയുടെ ചില സാധ്യതകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ മറ്റ് തെറാപ്പികൾ, ഇങ്ങനെ ഒത്തിരി സംഗതികളിൽ നിന്നെടുത്ത് പോസിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്നത് തന്നെ ഒരിക്കലും ഏതെങ്കിലും ഒരു പ്രത്യേക ടൂൾ ഉപയോഗിച്ചുകൊണ്ടോ ഒരു പ്രത്യേകത ഉപയോഗിച്ചുകൊണ്ടോ അല്ല, എല്ലാ ടൂളുകളിലുമുള്ള പോസിറ്റീവായ സംഗതികൾ എടുത്തുകൊണ്ട് അതിനെ സിന്തസൈസ് ചെയ്തുകൊണ്ട് അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടാണ് പോസിറ്റീവ് സൈക്കോളജി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഈ സാധ്യതകളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. മറ്റ് തെറാപ്പികൾ അത് ഉപയോഗിക്കുന്ന സമയത്ത് അത് പറയാം. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാലോ, ഹ്യൂമൻ ബീയിങ്ങിൻ്റെ നമുക്കൊരു സ്പിരിറ്റ്, ഒരു സോൾ തലത്തിൽ നമ്മൾ നമ്മളെ പറ്റി ഡിസ്കസ് ചെയ്യാറുണ്ട്. നമുക്കൊരു സോൾ ഉണ്ട്, അല്ലെങ്കിൽ ഒരു സ്പിരിറ്റ് ഉണ്ട്, ഒരു സ്പിരിച്വൽ തലമുണ്ട് എന്ന് നമ്മൾ പറയാറുണ്ട്. ഞാനത് സ്പിരിച്വൽ തലം എന്ന് ഉപയോഗിക്കുന്നത് ഹയർ ഹ്യൂമൻ കോൺഷ്യസ് ആണ്. നമ്മൾ മനുഷ്യന്റെ കുറച്ചുകൂടി മാനുഷിക മൂല്യങ്ങളുടെ പരിപൂർണ അവസ്ഥ, അല്ലെങ്കിൽ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്താനുള്ള ഒരു ശ്രമമാണ് സ്പിരിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും നമ്മൾ ദൈവിക സയൻസുകൾ പഠിക്കുന്ന സമയത്തും അല്ലെങ്കിൽ മതപരമായ കാര്യങ്ങൾ പഠിക്കുന്ന സമയത്തും ഗോഡും മനുഷ്യനും ഒന്നാവുക എന്ന് പറയുന്ന, അല്ലെങ്കിൽ ദൈവത്തെ കണ്ടെത്തുക എന്ന് പറയുന്ന ഒരു സംഗതിയിൽ നമ്മൾ എത്തിപ്പെടുന്നത് മനുഷ്യന്മാർക്ക് ഏറ്റവും നല്ല സേവനം ചെയ്യുന്ന ആളുകളായിട്ട് മാറുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ സെൽഫ് ആക്ച്വലൈസേഷൻ, അബ്രഹാം മാസ്ലോയുടെ ലാംഗ്വേജിൽ പറഞ്ഞാൽ സെൽഫ് ആക്ച്വലൈസേഷനിലേക്ക് എത്തുന്ന ഒരു അവസ്ഥ എന്നുള്ളതാണ് സ്പിരിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓഫ് കോഴ്സ് നമുക്ക് ബുദ്ധിയുണ്ട്, ഇന്റലക്റ്റ് ഉണ്ട്. ഈ ഇന്റലക്റ്റിനെ എങ്ങനെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കണം എന്നുള്ളത്, ഇതെല്ലാം നമ്മൾ ഉൾക്കൊള്ളുന്നത് ഫിസിക്കലാണ്, നമ്മുടെ ശരീരത്തിലാണ്. ഈ ശരീരത്തെ എങ്ങനെ മാനേജ് ചെയ്യണം. അപ്പൊ ഒരു ഇന്റഗ്രൽ ഓപ്റ്റിമിസത്തിൽ ഈ 3 ലെവലുകളും നമ്മൾ അഡ്രസ് ചെയ്യുന്നുണ്ട്. സംതിങ് ടു സ്പിരിറ്റ്, സംതിങ് ടു ഇന്റലക്ച്വൽ എൻഹാൻസ്മെന്റ് ആൻഡ് ടു സംതിങ് ടു ഫിസിക്കൽ ഹെൽത്ത് അല്ലെങ്കിൽ ഫിസിക്കൽ മാനേജ്മെന്റ്. ഈ 3 തലത്തിനെയും ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ നമ്മുടെ ഒബ്ജക്റ്റീവ് ഇതാണ്. ഈ ഒരു കോഴ്സിന്റെ അല്ലെങ്കിൽ ഈ ഒരു ഇന്റഗ്രൽ ഓപ്റ്റിമിസത്തിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പാഷനേറ്റ്ലി പോസിറ്റീവ്, വല്ലാതെ പോസിറ്റീവായിട്ട് മാറുക എന്നുള്ളത്. ആൻഡ് ഓഫ് കോഴ്സ് സിസ്റ്റമാറ്റിക് ആൻഡ് ഓർഗനൈസ്ഡ്. നമ്മുടെ തോട്ട്, ഫീലിംഗ്, ആക്ഷൻസ് സിസ്റ്റമാറ്റിക് ആവുക, ഓർഗനൈസ്ഡ് ആവുക എന്നുള്ളത്. സെൻസിബിൾ, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തെക്കുറിച്ച് നമുക്ക് വ്യക്തത ഉണ്ടാവുക എന്നുള്ളതാണ്. അതേപോലെ ഐഡന്റിഫൈ റിയാലിറ്റിയെ ആക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ്. ഒരു പ്രോബ്ലത്തെ നമുക്ക് സോൾവ് ചെയ്യാം, റിയാലിറ്റിയെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാനേ പറ്റൂ. ഡിസ്കവർ ദ ഇന്നർ പൊട്ടൻഷ്യൽസ് ഓർ ഗിഫ്റ്റ്. നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ തന്നെ പൊട്ടൻഷ്യൽ കണ്ടെത്തുക എന്നുള്ളതാണ്. റൈറ്റ് മൂഡ് ഡിസൈൻ, നമ്മുടെ ഫീലിങ്ങിനെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പലപ്പോഴും ഈ മൂഡ് ഡിസോർഡർ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണല്ലോ ആളുകൾ അനുഭവിക്കുന്ന വലിയ പ്രശ്നങ്ങൾ. അത് സീരിയസ് തലത്തിലേക്ക് പോകുമ്പോൾ സൈക്യാട്രിക് ആണ്. നമുക്കൊരു ചെറിയ തലത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്ന മൂഡിനെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ആ ലൈഫ് ഡിസൈനിങ്, അതുവഴി ജീവിതം തന്നെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ആൻഡ് ക്രിയേറ്റീവ് കോൺഫിഗറേഷൻസ്, നമ്മുടെ ബ്രെയിനിനെ ക്രിയേറ്റീവായിട്ട് നമുക്ക് കോൺഫിഗർ ചെയ്യാൻ പറ്റുന്നതാണ്. കമ്പ്യൂട്ടർ കോൺഫിഗറേഷൻ്റെ കാലത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് ശരിക്കും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ. കാരണം നമ്മൾ നമ്മുടെ പ്രോഗ്രാമിനെ അപ്ഡേറ്റ് ചെയ്യാമെന്നാണ്. ചെറുപ്പത്തിൽ 6 വയസ്സിൻ്റെ ഉള്ളിൽ നമ്മളൊക്കെ പ്രോഗ്രാം ചെയ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ ആ പ്രോഗ്രാമിനെ ശക്തിപ്പെടുത്തുന്ന രൂപത്തിലാണ് സബ്സീക്വൻ്റ് ഈവൻസ് ഉണ്ടാവുന്നത്. അവിടെ നമുക്ക് ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ ഓട്ടോ റീസെറ്റ് ചെയ്ത് ശരിയായിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ നമ്മൾ ബോധപൂർവം റീപ്രോഗ്രാം ചെയ്യണം, അഥവാ അപ്ഗ്രേഡ് യുവർ ലൈഫ് എന്നുള്ളതാണ്. ഇതാണ് ശരിക്കും നമ്മുടെ ജീവിതത്തെ അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ. റൈറ്റ് എന്ന് പറഞ്ഞാൽ ഡോണ്ട് ഡൈ വൈൽ യു ആർ അലൈവ് എന്നുള്ളതാണ്. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ മരിച്ചവരെ പോലെ ജീവിക്കരുത്. ജീവനുള്ളവരായിട്ട് തന്നെ, സ്മാർട്ടായിട്ട്, ആക്റ്റീവായിട്ട്, എനർജറ്റിക്കും, മറ്റുള്ളവർക്കും നമുക്കും ഉപകാരപ്പെടുന്നവരായിട്ട്. പക്ഷെ പലപ്പോഴും ആളുകൾ ജീവിക്കുന്നത് അവര് ജീവനുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ മരിച്ചവരെ പോലെ സന്തോഷമില്ലാതെ, സമാധാനമില്ലാതെ, കഷ്ടപ്പെട്ട്, പ്രയാസപ്പെട്ട്, ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച്, എന്നും പ്രശ്നങ്ങളുടെ കെട്ട് ചുമന്നുകൊണ്ട് ജീവിക്കുന്ന അവസ്ഥക്ക് മാറ്റം വരിക എന്നുള്ളതാണ് ഇൻ്റഗ്രൽ ഓപ്റ്റിമിസം, പോസിറ്റീവ് സൈക്കോളജി ഉദ്ദേശിക്കുന്നത്. ഓപ്റ്റിമിസ്റ്റിൻ്റെ പ്രത്യേകത മൈൻഡ്ഫുൾ അവെയർനെസ്. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അയാൾക്ക് അവെയർനെസ് ഉണ്ടായിരിക്കും, മൈൻഡ്ഫുൾ ആയിരിക്കും.
തോട്ട്ഫുൾ ഓപ്റ്റിമിസം, അയാളുടെ ചിന്തയിൽ മാറ്റം വരുത്തിക്കൊണ്ട് അയാൾക്ക് ഓപ്റ്റിമിസം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഗുഡ് ഹ്യൂമൻ ബീങ്, ഇതാണ് നമ്മൾ സ്പിരിച്വൽ എന്ന വാക്ക് ഞാൻ എവിടൊക്കെ ഉപയോഗിക്കുന്ന സമയത്തും ഒരു ഗുഡ് ഹ്യൂമൻ ബീങ് ആയിട്ട് മാറുക എന്നുള്ളതാണ്. റൈറ്റ് ജനറസ്, നമ്മുടെ ഒരു ഔദാര്യം നമ്മളിൽ ഡെവലപ്പ് ചെയ്യുക, ക്രിയേറ്റീവ് ആവുക, നമ്മളുടെ നിലവിലുള്ള കഴിവുകൾ ഏറ്റവും പുതിയ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതിന്, നമ്മളെ തന്നെ നല്ല ഒരു പ്രോഡക്റ്റ് ആക്കി മാറ്റുന്നതിന് ക്രിയേറ്റീവ് ആവുക എന്നാണ്. എ ഗുഡ് ലീഡർ, നമ്മൾ നല്ലൊരു നേതാവുക എന്നുള്ളതാണ്. എ ഗുഡ് ലേണർ, നല്ലൊരു പഠിതാവുക. ഇതൊക്കെയാണ് ഓപ്റ്റിമിസ്റ്റിന്റെ ലക്ഷണങ്ങൾ. ഇതായിരിക്കും നിങ്ങളിൽ പലരും, അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും. പക്ഷെ ആരെങ്കിലും അല്ലെങ്കിൽ അങ്ങോട്ട് എത്തുക. ഇനി നമ്മൾ ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ സഹജീവികളെ ഇങ്ങോട്ട് എത്തിക്കാൻ നമുക്ക് പറ്റുക എന്നുള്ളതാണ്. റൈറ്റ്. അതായത് ഇനി എങ്ങനെയാണ് ഇന്റഗ്രൽ ഓപ്റ്റിമിസം സ്കൂളിംഗ് ഡെവലപ്പ് ചെയ്ത് വന്നത്, ഈ ഒരു ടൂള് ഡെവലപ്പ് ചെയ്തെടുത്തത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, റൈറ്റ്, ബ്യൂട്ടിഫുൾ പീപ്പിൾസ് ടച്ച്, ലോകത്ത് നന്നായി ജീവിച്ച് മറ്റുള്ളവർക്ക് താങ്ങും തണലുമായി മാറിയ ആളുകളുടെ ജീവിതം പഠിച്ചിട്ടാണ്, അല്ലെങ്കിൽ ലോകത്തെ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സുഖവും സന്തോഷവും ഉള്ളതാക്കി മാറ്റുന്നതിന് അത്യധ്വാനിച്ച ആളുകളെ പഠിച്ചുകൊണ്ടാണ് ഇന്റഗ്രൽ ഓപ്റ്റിമിസം ഡെവലപ്പ് ചെയ്തത്. ഹീലിംഗ് സെമിനാർസ്, ലോകത്ത് നടന്നിട്ടുള്ള ഒരുപാട് ആളുകളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന സെമിനാറുകൾ ബേസ് ചെയ്തുകൊണ്ടാണ്, അതിലെ പഠനങ്ങളും പേപ്പറുകളും ബേസ് ചെയ്തു ലേണിങ്സ്, ഇതുവരെയുള്ള മനഃശാസ്ത്ര നേരത്തെ പറഞ്ഞ സകല ടൂളുകളിലെയും പഠനങ്ങൾ എടുത്തുകൊണ്ടാണ്. ആൻഡ് ഓഫ് കോഴ്സ് ഇത്തരം ആളുകളുടെ മൈക്കൽ മരിയാസിംഗും അതുപോലെ തന്നെ വിസ്കോൺസിൻ തുടങ്ങിയിട്ടുള്ള US-ലെ റിസർച്ചുകൾ, ഇവർ നടത്തിയിട്ടുള്ള പഠനങ്ങൾ, ഇതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇന്റഗ്രൽ ഓപ്റ്റിമിസം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മളും ഈ മോഡ്യൂളിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഒക്കെ ബേസിലാണ്. നമ്മുടെ റിസൾട്ട് എങ്ങനെ മെച്ചപ്പെടുത്താം എന്നുള്ളതിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരമായിക്കൊണ്ടാണ്. അതിന് ഉത്തരം ഇതാണ്: സിസ്റ്റം അപ്ഡേറ്റ് എന്നുള്ളതാണ്. നമ്മളെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട മോഡ്യൂളുകൾ കൂടി ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് നമുക്ക് നേരെ ഡിസ്കഷനിലേക്കും, പിന്നെ ഞാൻ ഇതിന് പ്രധാനമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു പുസ്തകത്തെക്കുറിച്ചും ഞാൻ പറയാം. ഈ ഇത്രയും മോഡ്യൂളുകളാണ് നമ്മൾ 10 ക്ലാസ്സുകളുടെ ഭാഗമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നിതാണ് കോഴ്സ് ഇൻട്രൊഡക്ഷൻ. അത് ഓൾറെഡി നമ്മളിവിടെ ചെയ്തിട്ടില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് നമ്മൾ കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് എന്തൊക്കെയാണ് ഈ കോഴ്സിൽ ഉണ്ടാവുക എന്നുള്ളതിൻ്റെ ഒരു PPT മാത്രമേ അയച്ചു തരുള്ളൂ. ഇതാണ് ഇപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്, ഇന്റഗ്രൽ ഓപ്റ്റിമിസത്തിന്റെ ഇൻട്രൊഡക്ഷൻ. അതാണ് ആദ്യത്തെ മോഡ്യൂള്. ഇതിലെ രണ്ടാമത്തെ മോഡ്യൂള് ഇന്റഗ്രൽ ഓപ്റ്റിമിസത്തിന്റെ പ്രോസസ്സ്, അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത്. മൂന്നാമത്തെ മോഡ്യൂള് സബ് കോൺഷ്യസ് മൈൻഡാണ്. നമ്മൾ പഠിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പുതിയൊരു കാഴ്ചപ്പാടിൽ സബ് കോൺഷ്യസ് മൈൻഡിനെ ഇന്റഗ്രൽ ഓപ്റ്റിമിസത്തിൽ നമ്മൾ നോക്കിക്കാണും. നാലാമത്തത് ഹാർമോണിയസ് സ്പിരിച്വൽ ഇന്റഗ്രേഷൻ. നേരത്തെ പറഞ്ഞ ബെറ്റർ ഹ്യൂമൻ ബീയിങ് ആവുന്നതിന് ചില ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് നമ്മളെ ഇന്റഗ്രേറ്റ് ചെയ്യും എന്നുള്ളതാണ്. ഓഫ് കോഴ്സ് അഞ്ചാമത്തെ മോഡ്യൂൾ ഒരു നല്ലൊരു ടൂളാണ് മൂഡ് ഡിസൈൻ. നമ്മുടെ മൂഡ് നമ്മൾ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ്. ആറാമത്തത് ന്യൂറോ സയൻസ് ആണ്. ഇവിടെയാണ് നമ്മൾ ഈ പറഞ്ഞ സകല കാര്യങ്ങളുടെയും റിസർച്ച് എവിഡൻസുകൾ, കൊഗ്നിറ്റീവ് സയൻസ് എങ്ങനെ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത്. ഏഴാമത്തത് ഹീലിംഗ് ഇനീഷ്യേറ്റീവ്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഇന്നർ ഹീലിംഗ് പോലെയുള്ള, ഇവിടെയാണ് നമ്മൾ സെൽഫ് ഹിപ്നോസിസ് പോലുള്ള സാധ്യതകൾ കൂടുതൽ ഉപയോഗിക്കുക. നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഓഫ് കോഴ്സ് എനിക്കും നിങ്ങൾക്കും ഒക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഇടക്കുണ്ടായിട്ടുള്ള ചില മുറിവുകളും ചില ലിമിറ്റേഷൻസും, അതിനൊക്കെ എങ്ങനെ ഹീൽ ചെയ്യാം എന്നുള്ളത്. പിന്നെ നമ്മൾ ബ്രെയിൻ ആൻഡ് ആറ്റിറ്റ്യൂഡ്, നമ്മുടെ ബ്രെയിനും ആറ്റിറ്റ്യൂഡും, അതുപോലെ തന്നെ ബ്രെയിൻ വേവ്സ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ബ്രെയിൻ വേവ്സ് എങ്ങനെയാണ് ബ്രെയിൻ വേവ്സിൽ പോസിറ്റീവായ മാറ്റങ്ങൾ വരുത്തുക, അതിന് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ. നയൻത്ത് പിന്നെ ബ്രെയിൻ ആൻഡ് ആറ്റിറ്റ്യൂഡ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 9ാമത്തെ മോഡ്യൂളിൽ ബ്രെയിൻ വേവ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യും. 10ാമത്തത് നമുക്ക് പൂർണ്ണമായിട്ടും തെറാപ്പിയാണ്, പൂർണ്ണറിത ഇന്റഗ്രൽ ഓപ്റ്റിമിസം തെറാപ്പി. ഇങ്ങനെ 10 മോഡ്യൂളുകളാണ് നമ്മൾ ഈ കോഴ്സിന്റെ ഭാഗമായിട്ട്. ഏകദേശം ഇന്റഗ്രൽ ഓപ്റ്റിമിസത്തിന്റെ സകല സംഗതികളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
അതിൻ്റെ കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം സൂം റെക്കോർഡിങ്സും അതിൻ്റെ പവർ പോയിന്റ് പ്രസൻറ്റേഷൻസും ഉണ്ടാവും. നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ഡിസ്കഷൻ ഗ്രൂപ്പും അതേപോലെ മെറ്റീരിയൽസ് ഷെയർ ചെയ്യാൻ മെറ്റീരിയൽ ഗ്രൂപ്പും ഉണ്ടാവും. അതാണ് കോഴ്സിൻ്റെ ഒരു ഘടന എന്ന് പറയുന്നത്. ഈ ഒരു മോഡ്യൂളുകളായിരിക്കും നമ്മൾ ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഇത് ഡിസൈൻ ചെയ്യുന്നതിന് ഞാൻ ബേസ് ചെയ്തിട്ടുള്ള പിന്നെ ഒരു പുസ്തകം അതുകൂടി ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് നമുക്ക് നേരെ ഡിസ്കഷനിലേക്ക് പോകാം. നിങ്ങൾ ഈ കോഴ്സ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ പുസ്തകം വാങ്ങിയിട്ട് നിങ്ങൾ വായിക്കണം എന്നുള്ളത് എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പുസ്തകമാണ് ഞാൻ ഈ പരിചയപ്പെടുത്തുന്ന പുസ്തകം. യെസ്, ഇതാണ് ആ പുസ്തകം. ഇന്റഗ്രൽ ഓപ്റ്റിമിസം ആൻഡ് ഹാപ്പിനെസ്. ചാൾസ് അൽഫോൺസ് ആണ് ഇതിന്റെ ഓതർ. ഇദ്ദേഹത്തിന്റെ അടുത്തു നിന്നാണ് ഞാൻ ഇന്റഗ്രൽ ഓപ്റ്റിമിസം പഠിച്ചിട്ടുള്ളത്. ഇത് എവിടെ നിന്ന് കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചാൽ ഈ ലിങ്കിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഈ പുസ്തകം നിങ്ങൾക്ക് കലക്ട് ചെയ്യാവുന്ന ബ്യൂട്ടിഫുൾ ബുക്ക്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും തന്നെ ഇതിൽ സമഗ്രമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇൻ കേസ് ഈ കോഴ്സ് നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ ഈ പുസ്തകം നിങ്ങൾ വായിക്കണം എന്നുള്ളത് എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. കാരണം ഇത് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പുസ്തകമാണ്. എൻ്റെ ഗുരുനാഥൻ ഇദ്ദേഹമാണ് ഇന്റഗ്രൽ ഓപ്റ്റിമിസത്തിൽ. അതേപോലെ തന്നെ ഈ പുസ്തകമാണ് ഇത് വായിച്ചപ്പോൾ കിട്ടിയ ഒരു ഇൻസൈറ്റ്, ഇത് വായിച്ചപ്പോൾ കിട്ടിയ ഒരു പിന്നെ ഈ കോഴ്സ് അറ്റൻഡ് ചെയ്തപ്പോഴും കിട്ടിയ ഒരു സംഗതിയാണ് ഇങ്ങനെ ഒരു മോഡ്യൂള്. ഇത് തീർച്ചയായിട്ടും നമുക്ക് കുറേം കൂടി പിന്നെ സ്പിരിച്വൽ സൈഡ് കൂടുതൽ ഇവിടെ കാണാൻ പറ്റുമെങ്കിലും നമ്മൾ ഡിസൈൻ ചെയ്ത മോഡ്യൂളിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ കൂടുതലും സയന്റിഫിക് ആസ്പെക്ട്സുകൾ വെച്ചുകൊണ്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഇതിന്റെ ഭാഗമാണ്. എങ്ങനെ മലയാളം ട്രാൻസ്ലേഷൻ ഉണ്ടോ നോക്കിയോ? ഇല്ല, ഇറങ്ങിയിട്ടില്ല, എൻ്റെ അറിവിൽ ഇറങ്ങിയിട്ടില്ല. ഓക്കെ, ഇത്രയൊക്കെയാണ് പിന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി ഇത്തിരി സമയം നമുക്ക് ഇന്ററാക്ട് ചെയ്യാം. അപ്പൊ ഇതാണ് ഇതിന്റെ കോഴ്സിന്റെ ഒരു ഘടന. ഇതാണ് ഇന്റഗ്രൽ ഓപ്റ്റിമിസം എന്ന് പറയുന്നതിന്റെ നമ്മളുടെ പ്രതീക്ഷകൾ, നമ്മുടെ വിശ്വാസം, ഇതിനെയൊക്കെ കൂടുതൽ ശുഭമാക്കുന്നതിന് കുറെ ടെക്നിക്കുകൾ, തെറപ്പികൾ, അതേപോലെ തന്നെ ടൂളുകൾ ഇതിൽ ലഭ്യമാണെന്നുള്ളതാണ്. അപ്പൊ കൂടുതൽ അന്വേഷിക്കുകയും കൂടുതൽ പഠിക്കുകയൊക്കെ ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് ഇന്ററാക്ട് ചെയ്യാം. ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അതിലേക്ക് പോകാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അതാവാം. എന്തെങ്കിലും ഇതിനോടൊപ്പം ആഡ് ചെയ്യുന്നതിന് നമുക്ക് ഒരു ഫ്രീ ക്ലാസ് കൂടി ഇതിന്റെ ഭാഗമായിട്ടുണ്ടായിരിക്കും. സൗമിനി മാമിന്റെ ഭാഗത്തിൽ നിന്ന് ഇതേപ്പറ്റി അവര് പിന്നെ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ ടോപ്പിക് ഇന്റഗ്രൽ ഓപ്റ്റിമിസം ആണ്. അവരുമായിട്ട് നമുക്കൊന്ന് ഇന്ററാക്ട് ചെയ്യാം മിക്കവാറും നെക്സ്റ്റ് വീക്കിൽ. അതിനുശേഷമായിരിക്കും നമ്മൾ സെക്കൻഡ് മോഡ്യൂള് ഡിസ്കസ് ചെയ്യുന്നത്. കാരണം ഒരു സംഗതിയിൽ റിസർച്ച് ചെയ്യുന്ന ഒരാളുടെ ഒരു പിന്നെ എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള സപ്പോർട്ട് നമുക്ക് കുറച്ചുകൂടി ഇതിലേക്ക് വെളിച്ചം വീശുന്നതിന് സഹായകമായിരിക്കും. അപ്പൊ അവരുമായിട്ട് നിങ്ങൾക്ക് ഇന്ററാക്ട് ചെയ്യാൻ ഒരു അവസരം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. പറയൂ നിയാസ്. സാർ ഒരു കാര്യം ചോദിച്ചിട്ട്, അതായത് നേരത്തെ ഈ തിങ്കിങ്ങിന്റെ കാര്യത്തിൽ സാറ് പറഞ്ഞിരുന്നു, ഇപ്പൊ യൂസുഫ് സാറും ചോദിച്ചിരുന്നു ലീഡർഷിപ്പിന്റെ ഒരു കാര്യം വെച്ചിട്ട്, അത് 2%ഉം 3%, ആക്ച്വലി അബൌട്ട് 5%. അത് നമ്മൾ ഈ പെർസെന്റ് വൈസ് നോക്കുമ്പോൾ വളരെ ചെറിയൊരു കാര്യമായിട്ട് തോന്നും. പക്ഷെ നമ്മളിപ്പോൾ നമ്മളെ കേരളത്തിന്റെ പോപ്പുലേഷൻ 3.5 കോടി എടുത്തിട്ട് അതിന്റെ ഒരു 5% എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 15 ലാഖിന്റെ മുകളിലുണ്ട്. അപ്പോൾ എനിക്ക് അറിയേണ്ടത് ഈ ഒരു 5% എന്ന് പറയുന്ന ആളുകൾ ഇവർക്ക് തിങ്കിങ് കപ്പാസിറ്റി കൊണ്ട് ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ആണോ? അതായത് ഫോർ എക്സാമ്പിൾ 15 ലാഖ് ആളുകൾ ഈ ഒരു തിങ്കിങ് കപ്പാസിറ്റി ഉള്ള ആണെങ്കിൽ ഒരു മിനിമം ഒരു 4% ടോട്ടൽ, അതായത് 3% അവരെ ഫാമിലിയിലെ ആളുകളെയും അവർ രക്ഷപ്പെടുത്തും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു 15 into 4 60 ലാഖ് പീപ്പിൾ ഇൻ കേരള, അതായത് ഏകദേശം 25% അല്ല എത്രയായി 60 into ഏകദേശം ഒരു 20% അടുത്തോളം വരുമല്ലോ. അപ്പോൾ അതെന്താണ് ശരിക്കും ഈ തിങ്കിങ് ആൾക്കാർ ലീഡർഷിപ്പ് ആണോ, അല്ലെങ്കിൽ അവർ ജീവിതത്തിൽ ഭയങ്കര സക്സസ് റേറ്റ് ആണോ? അതാണ് ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മൾ ഈ പെർസെൻറ്റേജ് വൈസ് നോക്കുമ്പോൾ വളരെ കുറച്ചായിട്ടാണ് തോന്നുന്നത്. പക്ഷെ നമ്മൾ അതിൻ്റെ ഒരു പോപ്പുലേഷൻ വൈസ് നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു എമൗണ്ട് ആണ്, അത് വലിയൊരു എമൗണ്ട് ആയിരുന്നു. സ്വന്തം ജീവിതത്തില് ഒരു കാഴ്ചപ്പാടുണ്ടാവുകയും അവനവൻ്റെതായ രീതിയിൽ ആ ജീവിതത്തെ മെച്ചപ്പെടുത്തി എടുക്കുകയും ചെയ്യുന്ന കാര്യത്തിലാണ് നമ്മൾ ഈ പേഴ്സൻറ്റേജ്
അത് യൂറോപ്പ് ബേസ് ചെയ്ത് നടത്തിയ ഒരു പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയതാണ്. നമ്മൾ നോക്കുന്ന സമയത്ത് ഏകദേശം അങ്ങനെ തന്നെയാണ്. ചിന്ത പ്ലാൻ ചെയ്തുകൊണ്ട് ഞാൻ എന്ത് ചിന്തിക്കണം, ആ ചിന്തയെ എങ്ങനെ നന്നായിട്ട് ഉപയോഗിച്ചുകൊണ്ട് റിസൾട്ടാക്കി മാറ്റണമെന്ന് ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിച്ചത് ഏത് മേഖലയിലുമാകാം. ലീഡർഷിപ്പ് ആവാം, അതേപോലെ സോഷ്യൽ സർവീസ് ആവാം, ഈവൻ നമ്മുടെ കൗൺസിലിംഗ് ട്രെയിനിങ് പോലുള്ള പ്രാക്ടീസ് ആവാം, നമ്മുടെ തൊഴിലാവാം. അതിനെ നമ്മൾ ചിന്തിച്ചുകൊണ്ട് മെച്ചപ്പെടുത്തി എടുക്കുന്ന ആളുകളുടെ, അതായത് ഒഴുക്കിനനുസരിച്ച് നീന്തി ആ കൂട്ടത്തിൽ അങ്ങോട്ട് ഒഴുകിപ്പോകുന്നത് അല്ലാതെ വളരെ കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ട്, ചിന്തയെ പ്ലാൻ ചെയ്ത്, ആക്ഷനെ പ്ലാൻ ചെയ്ത്, ഫീലിങ്ങിനെ പ്ലാൻ ചെയ്ത് ഉപയോഗിക്കുന്ന ഏത് മേഖലയിൽ, അത് ചിലപ്പോൾ ചില ആളുകൾ ഭയങ്കര സക്സസ്സിലെത്തിയവരായിരിക്കും, ചില ആളുകൾ എന്തായിരിക്കും ഭയങ്കരമായിട്ട് അങ്ങനത്തെ മേഖലയിലൊന്നും എത്തിയിട്ടില്ലെങ്കിൽ പോലും അവരുടെ ലൈഫിൽ അവർ സെൽഫ് ആക്ച്വലൈസ്ഡ് ആയിരിക്കും. അതുപോലെ തന്നെ നന്നായിട്ട് അവരെന്തായിരിക്കും ജീവിതത്തിൽ അവരുടേതായ രീതിയിൽ വിജയിച്ചവരായിരിക്കും. ഇനി ചില ആളുകൾ കണ്ടിട്ടില്ലേ, എല്ലാം ഉണ്ടായിട്ടും നമ്മൾ സക്സസ് എന്ന് പറയുന്ന ആളുകളും ചിലപ്പോൾ എല്ലാം തകർന്ന് എന്തായി പോകാറുണ്ട്, അവരുടെ ജീവിതം ആകെ പ്രശ്നമാവുകയോ അവർ ലൈഫ് അവസാനിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെയും നമ്മൾ പറയുന്നത് അവർ തോട്ട് പ്ലാൻ ചെയ്യുന്നവരല്ല, അവർ ഫീലിംഗ് പ്ലാൻ ചെയ്യുന്നവരല്ല, അവർ ആക്ഷൻസ് പ്ലാൻ ചെയ്യുന്നവരല്ല എന്നാണ്. നമ്മൾ ലീഡേഴ്സ് ആയോ എന്നുള്ളതല്ല, നമ്മുടെ ലൈഫിൽ നമ്മൾ സക്സസ് ആണെന്ന് നമുക്കും നമ്മുടെ കൂടെ ജീവിക്കുന്നവർക്കും നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവർക്കും ഫീൽ ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ശരിക്ക് തോട്ട്. ഇപ്പോൾ ഒരാള് ഇപ്പം എന്താണ് സാമ്പത്തിക കാര്യങ്ങളിലൊന്നും താല്പര്യമില്ലാത്തൊരു വ്യക്തി മനുഷ്യ സ്നേഹം വെച്ചുകൊണ്ട് അതിനുവേണ്ടി ചിന്തിച്ച് പ്രവർത്തിച്ചിട്ട്, ഇപ്പം മദർ തെരേസ ഇതുപോലെയുള്ള ആളുകൾ ആ മേഖലയിൽ അവർ വേറെ നേട്ടമൊന്നും വെച്ചിട്ടല്ലല്ലോ, പക്ഷെ അവർ ചിന്തിക്കുന്നുണ്ട്, അവർ ഫീൽ ചെയ്യുന്നുണ്ട്, അവർ ആക്ഷൻ ഉണ്ട്, ഇതെല്ലാം അവരുടെ കൺട്രോളിലാണ് എന്നുള്ളത്. ഈ അർത്ഥത്തിലാണ് നമ്മൾ അതിനെ മനസ്സിലാക്കുന്നത്. ഓക്കെ, താങ്ക് യു. Sir, good evening. Sorry, please. It's okay, ma'am. അല്ലല്ല, പറഞ്ഞോളൂ Very പറഞ്ഞോളൂ interesting. പറഞ്ഞോളൂ. Very interesting. ഇത് കേട്ടപ്പം വെരി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പുതിയൊരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ സർ നമ്മളിപ്പം ഡിസ്കസ് ചെയ്ത ഒരു പോയിന്റ് ഇങ്ങനെ സർ ഇത് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന കഴിഞ്ഞ നമ്മുടെ ടിഎയിൽ നമ്മൾ പറഞ്ഞിരുന്നല്ലോ, നമ്മുടെ ഡോക്ടർ എറിക് ബേൺ, ഹി ഗേവ് us a wonderful theory of TA, but his personal life എടുത്ത് നോക്കിയപ്പോൾ there are a lot of things that was upsetting in his life. അപ്പം എന്താണ് നോർമലി വി സീ ദിസ്, ഒരുപാട് പ്രാവശ്യം നമ്മളിത് കാണാറുണ്ടല്ലോ, പല നല്ല നല്ല ഓത്തേഴ്സും നല്ല നല്ല തിയറീസ് നമുക്ക് തന്ന ആൾക്കാരെ പേഴ്സണൽ ലൈഫ് എടുക്കുമ്പോൾ വാട്ട് ഈസ് ദ തിങ് ദാറ്റ് ഇറ്റ് ഡസന്റ് വർക്ക് ദെയർ, ദാറ്റ് ഇസ് സംതിങ് that is just came up as a question. Apart from that, I think this is a wonderful course. I would like to join it. അപ്പോ when is the എപ്പോഴാണ് നമ്മുടെ ഈ ക്ലാസ്സസ്, ഏത് ദിവസമാണ് വരിക? ക്ലാസ് മൺഡേ 8:30 to 10. Monday 8:30. To 10. 8:30 to 10. Yeah, Every Monday. every Monday. UA time 7 o'clock. Okay. Okay, sir. Okay, Thank you very much. Yeah, it was very interesting. Thank you. welcome. സർ ആ. സർ രണ്ട് കാര്യം. ഒന്ന്, സാറ് നേരത്തെ ഈ സ്വാധീനിക്കപ്പെടുന്നു എന്ന് പറയുമ്പോ ശരിക്കും പരസ്യങ്ങളിലൂടെ അതല്ലേ ശരിക്കും ചെയ്യപ്പെടുന്നത് ഇൻഡയറക്റ്റ് ആയിട്ട്? ആ. നമ്മളെ പുതിയ കൾച്ചറിലോട്ട് നമ്മളെ കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ പുതിയൊരു ഡിമാൻഡ് നമ്മളിലേക്ക് എന്ത് ചെയ്യുന്നു, അടിച്ചേൽപ്പിക്കപ്പെടുന്നൊക്കെ ശരിക്ക് ഈ ഒരു ഭാഗമല്ല. അപ്പൊ ശരിക്കും ടിഎയുടെ ഭാഷയെ പറഞ്ഞ അഡൽട്ട് കൂടുതലുള്ളവരാണോ ശരിക്കും ഇന്റഗ്രൽ ഒപ്റ്റിമിസത്തിലേക്ക് ഉണ്ടാവുക? ഓഫ് കോഴ്സ്, കാരണം ടി എ പാർഷ്യലി ഒരു പോസിറ്റീവ് സൈക്കോളജി ആയിട്ടാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ടി എയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം സുജയ് ഭായ് ചൂണ്ടിക്കാണിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. നമ്മളുടെ ചിന്തിക്കാൻ പറ്റാത്തത് കൊണ്ടാണല്ലോ പരസ്യം നമ്മളെ സ്വാധീനിക്കുന്നത്. ഒന്ന്. രണ്ട്, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് സ്ഥിരമായിട്ട് കേൾക്കുമ്പോൾ, നിങ്ങൾ ഒരു കളി കാണുമ്പം ഒരു പരസ്യം തന്നെ ശരാശരി ഒരു ക്രിക്കറ്റ് കളി കാണുകയാണെങ്കിൽ ഒരു 100 തവണ നമ്മൾ കാണുന്ന സമയത്ത് നമ്മളറിയാതെ നമ്മുടെ ചിന്തയെ, നമ്മളറിയാതെ നമ്മുടെ ഫീലിങ്ങിനൊക്കെ ബാധിക്കുന്നുണ്ട്. ഈ ടെക്നോളജി അറിയാവുന്നത് കൊണ്ടാണ് പരസ്യത്തിന് കോടികൾ ആളുകൾ ചെലവഴിക്കുന്നത്. അതേസമയത്ത് നിങ്ങൾ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾക്ക് പ്ലാൻഡ് തിങ്കർ ആണെങ്കിൽ, ഒരു പ്ലാൻഡ് ഫീലിംഗ് ഉള്ള ആളാണെങ്കിൽ, പ്ലാൻഡ് ആക്ഷൻ ഉള്ള ആളാണെങ്കിൽ, നിങ്ങൾ ഇതേപ്പറ്റി പഠിച്ചിട്ടേ നിങ്ങൾ എന്ത് ചെയ്യുള്ളൂ, അത്
പിന്നെ ആ പരസ്യത്തിൽ കണ്ട സംഗതികൾ നിങ്ങൾ വാങ്ങുള്ളൂ, അതിലേക്ക് പോകുള്ളൂ. ദാറ്റ് ഈസ് ഇന്റഗ്രൽ ഓപ്റ്റിമിസം. അവിടെയാണ് ഇന്റഗ്രൽ ഓപ്റ്റിമിസത്തിന്റെ ആ ഒരു സാധ്യത. അതേ സമയത്ത് മിക്ക ആളുകളും ഇങ്ങനെ അല്ല. ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇത്തരം കാര്യങ്ങൾ അവരെ സ്വാധീനിക്കും എന്നുള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഈ തരത്തിൽ. ഇപ്പൊ നമുക്കറിയാം, ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ ഇപ്പൊ ചിലപ്പോഴൊക്കെ ചിലർ കേട്ടിട്ടുണ്ടായിരിക്കും. ഞാൻ വൈഫിന് ഒരു സ്വർണം വാങ്ങാൻ പോയപ്പോൾ 3% അവിടുത്തെ പണിക്കൂലി. നമുക്കറിയാലോ പണിക്കൂലി എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അപ്പോ എന്തായാലും ഇത് പിന്നെ ആയി കിട്ടി വരുമ്പോഴേക്ക് എനിക്ക് അവിടെ ഒരു 1.5-2 മണിക്കൂർ സമയം കിട്ടിയപ്പോൾ അവരുടെ ബോർഡ് വെച്ചുകൊണ്ട് തന്നെ ഞാൻ കൂട്ടി നോക്കി അവിടെ. പിന്നെ രാമനാട്ടുകരുള്ള ഒരു ജ്വല്ലറിയിൽ ഇങ്ങനെ കൂട്ടി നോക്കിയപ്പോൾ എനിക്ക് എങ്ങനെ കൂട്ടിയിട്ടും ഇവർ തന്ന ബില്ല് അനുസരിച്ചിട്ട് ഈ പൈസ വരുന്നില്ല. പൈസ മീൻസ് കൂടുതലാണ് ഞാൻ കൊടുത്തത്. അവസാനം ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് എത്തി നോക്കിയപ്പോൾ ആക്ച്വലി എൻ്റെ അടുത്ത് നിന്ന് എടുത്തിരിക്കുന്ന പണിക്കൂലി 11% ആണ്. കാരണം വേറെ പല സ്ഥലത്തും ഇത് പല രീതിയിൽ വന്നതാണ്. ഇത് ഞാൻ അവരോട് പറഞ്ഞപ്പം അവരെന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. 99.99% ആളുകളും ഇത് ശ്രദ്ധിക്കാറില്ല. അപ്പൊ അയാൾ ചോദിച്ചതിന്റെ അർത്ഥം നിങ്ങൾ എന്തൊരു മനുഷ്യനാണ് എന്നുള്ളതാണ് അയാൾ എന്നോട് ചോദിച്ചതിന്റെ അർത്ഥം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എൻ്റെ വൈഫിന് ഞാൻ അവിടെ ഇരുന്ന് ഇത് ബോധ്യപ്പെടുത്തി കൊടുത്തു. അപ്പൊ ഈ 3% എന്ന് കാണുമ്പോൾ നമ്മൾ അങ്ങോട്ട് ഇതാവുകയും നമ്മൾ മറ്റൊന്നും നോക്കുന്നില്ല, നമ്മൾ ഇത് മാത്രം നോക്കും. ഇതെൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. അതേപോലെ തന്നെയാണ് പല സംഗതികളും അതിൻ്റെ ശേഷം, അത് ആക്ച്വലി ഞാൻ അവിടെ സമയം കിട്ടിയോണ്ട് ഞാൻ ചെയ്തു പോയതാണ്. പക്ഷെ ഈ ടി എ പഠിച്ചതിൻ്റെ ഇതിൻ്റെ ഒക്കെ ഒരു ഇമ്പാക്റ്റ് അതിലുണ്ടായിരിക്കാം. പക്ഷെ അതിന് ശേഷം ഞാൻ പലപ്പോഴും ഈ വില കുറഞ്ഞ് കാണുന്ന സമയത്ത്, ഓണം ഓഫറുകൾ 50% എങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കാണുന്ന സമയത്ത്, ഇത് ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ഈ ഖാദിയുടെ മാത്രം ഇതൊഴിച്ച് ബാക്കി ഒന്നിലും ഞാൻ ആക്ച്വൽ സംഗതികൾ ഇതുവരെ എനിക്ക് കണ്ടെത്താനായിട്ടില്ല. ഓഫ് കോഴ്സ് ബ്രാൻഡ് ഫാക്ടറി ഉണ്ട്. ബ്രാൻഡ് ഫാക്ടറി അവർ കൊടുക്കുന്നുണ്ട്. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഒന്നെടുത്താൽ രണ്ടെണ്ണം എടുത്താൽ ഒന്നിന്റെ പൈസക്ക് 2 തരുന്നത്. അത് അവർ തന്നെ പറയുന്നുണ്ട്. അവരുടെ പ്രോഡക്റ്റിൽ ചെറിയ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഉള്ളതോ അല്ലെങ്കിൽ ഡേറ്റിന് ശേഷം, ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഡിസംബറിൽ ഇറക്കുന്ന ഒരു സാധനം അടുത്ത ഡിസംബർ വരെയാണ് അവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന്റെ ശേഷം അത് കൊടുക്കുന്നത് അവരത് വില കുറച്ച് കൊടുക്കുന്നുണ്ട്. ഈ 2 കാര്യത്തിലല്ലാതെ എവിടെയും വില കുറച്ച് കൊടുക്കുന്ന ഒരു സാധനത്തിലും എൻ്റെ പരിമിതമായ ചെക്കിങ്ങിൽ വെച്ചുകൊണ്ട് എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. പക്ഷെ ഇത്തരം ബോർഡുള്ളടത്ത് ആളുകളുടെ തിക്കാണ്, തിരക്കാണ്. ആളുകൾ അവിടെ നിന്ന് നന്നായിട്ട് സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നു. ദാറ്റ് മീൻസ് നമ്മൾ നമ്മുടെ തോട്ട് മറ്റുള്ളവരാണ്. നേരത്തെ പറഞ്ഞില്ലേ, പ്ലാൻ ഇല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മുടെ അഭിപ്രായങ്ങളെയും നമ്മുടെ വാങ്ങലുകളെയും നമ്മുടെ വിൽക്കലുകളെയും ഒക്കെ സ്വാധീനിക്കുന്നതാണ്. ഞാൻ പലപ്പോഴും സാർ ഓഫറിൽ കിട്ടുമ്പോൾ വാങ്ങിക്കുന്ന ഏക സാധനം ഫ്രൂട്ട്സും പച്ചക്കറികളുമാണ്. കാരണം അത് സീസണിലാണ് പൈസ കുറച്ച് കിട്ടുക. യെസ്, ബാക്കിയൊന്നും ചെയ്യാറില്ല സാർ ഇങ്ങനെ. ഓക്കെ, ഗുഡ്. എന്തായാലും വലിയൊരു ഏരിയയിലേക്കാണ് താങ്കളുടെ ക്വസ്റ്റ്യൻ പിന്നെ ലീഡ് ചെയ്തത്. എല്ലാവരും അതൊന്ന് പഠിക്കണം എന്ന് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങളൊരു സാധനം വാങ്ങുന്നതിന്റെ മുമ്പ് ഒന്ന് പോയിട്ട് പഠിച്ചു നോക്കിയാൽ നിങ്ങൾ ഇത്തിരി അമ്പരക്കുകയും പിന്നെ നിങ്ങൾ ഒറിജിനൽ വില കൊടുത്തിട്ട് നല്ല സാധനം വാങ്ങുകയും ചെയ്യാനുള്ള സാധ്യത കൂടുതലായിരിക്കും. പക്ഷെ അവര് റിയലി ഇൻട്രസ്റ്റഡ് ആയി കഴിഞ്ഞാൽ സാർ ഇതിലോട്ട് ആ ചിന്ത പോവോ? പ്രത്യേകിച്ച് ഇതിനോടൊരു കണക്ഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ആലോചിച്ച് ഉണ്ടാകും, പ്രത്യേകിച്ച് ലേഡീസ് ഒക്കെ. എന്റെ ഒരു പേഴ്സണൽ ഇതാണ്. അങ്ങനെയൊന്നുമില്ല. ലേഡീസ് ജെൻസ് എന്നതിൽ നമുക്ക് പ്രത്യേകിച്ചില്ല. എങ്കിൽ പോലും നമ്മൾ ഇതൊരു ഒരു 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 ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഞാൻ യാദൃശികമായിട്ടാണ് അന്നത് ചെക്ക് ചെയ്തതെങ്കിൽ പോലും അതിന്റെ ശേഷം ഞാൻ അലേർട്ടാണ്. ഇപ്പൊ ഞാൻ ഇത്തരം ഏത് കാര്യങ്ങൾ കണ്ടാലും ഞാൻ അതിനെപ്പറ്റി ഇരുന്ന് പഠിക്കും, ഞാൻ മെനക്കെട്ട് പഠിക്കും. അതുകൊണ്ട് നമുക്ക് ഇത്തരം അനുഭവങ്ങൾ, അതേപോലെ ഇത്തരം ക്ലാസ്സുകൾ, ഞാൻ ഇതേപ്പറ്റി പിന്നെ ആക്ച്വലി ആദ്യം കേൾക്കുന്നത്, ഇങ്ങനെ ചെക്ക് ചെയ്യണമെന്ന് കേൾക്കുന്നത് മധു ഭാസ്കർ സാറിന്റെ ക്ലാസ്സിൽ നിന്നാണ്. നല്ലൊരു മോട്ടിവേഷണൽ സ്പീക്കറാണ് അദ്ദേഹം, യൂട്യൂബിലൊക്കെ ലഭ്യമാണ് മധു ഭാസ്കർ. അദ്ദേഹത്തിന്റെ ഒരു ഫൈനാൻഷ്യൽ ട്രെയിനിങ്ങിൽ എടുത്ത സമയത്ത് ഈ സംഗതി പറഞ്ഞിരുന്നു. അതൊരു പക്ഷേ എൻ്റെ തലയിൽ ഇവിടെ കുടുങ്ങിക്കിടന്നത് കൊണ്ടായിരിക്കണം അന്ന് ഇങ്ങനെ ഒരു സംഗതി ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ടാവുന്നത്.
അപ്പൊ സ്വാഭാവികമായിട്ടും ഒരുപാട് ആളുകൾ ഇങ്ങനെ ചെയ്തതിന്റെ റിസൾട്ട് പിന്നീട് പറയണ്ടായി. നമ്മൾ ഈ പറ്റിപ്പോകുന്നതിൽ പലപ്പോഴും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തിങ്കിങ്ങും നമ്മുടെ ഫീലിങ്ങും ഇതിനെ മറ്റുള്ളവർ വിലക്കെടുക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് എന്നുള്ളതാണ്. റൈറ്റ്. എന്തായാലും അതേക്കുറിച്ചൊക്കെ കൂടുതൽ ആലോചിക്കുക, കൂടുതൽ അന്വേഷിക്കുക. നമ്മൾ 10 മണി കഴിഞ്ഞത് കൊണ്ട് തൽക്കാലം നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഇതിന്റെ എന്തെങ്കിലും കോഴ്സിന്റെ കാര്യങ്ങൾ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ നൗഷാദിനെ ബന്ധപ്പെടാം, അല്ലെങ്കിൽ മൃദുൽ ഹാസിനെ ബന്ധപ്പെടാം. അപ്പം നമുക്ക് പിന്നെ ഇതൊക്കെയാണ്. അതേപോലെ ഈ കോഴ്സ് മറ്റാർക്കെങ്കിലും പ്രയോജനപ്പെടുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാവുന്നതാണ്. എന്തായാലും ഒരുപാട് സന്തോഷം. ഞാൻ വളരെ മുമ്പ് കണ്ടിട്ടുള്ള, കൊല്ലങ്ങൾക്ക് ശേഷം പിന്നെ കാണാത്ത യൂസുഫ് സാബിനെ പോലുള്ള ആളുകളെയൊക്കെ വീണ്ടും കണ്ടു എന്നുള്ളത് പ്രത്യേക സന്തോഷം. ബാക്കിയുള്ള ഒരു വീഡിയോയിൽ വരാത്തത് കൊണ്ട് പിന്നെ എനിക്ക് ആളുകളെ അത്ര പിന്നെ ആരൊക്കെയാണ് അതുപോലുള്ള ആളുകളെ എന്നുള്ളത് കാണാൻ ഇതല്ല. പിന്നെ എൻ്റെ അടുത്ത സുഹൃത്തായിട്ടുള്ള ടോണി സാർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഇങ്ങനെ കുറേ നല്ല സുഹൃത്തുക്കളെ അതേപോലെ തന്നെ പരിചയക്കാരെ ഒക്കെ കാണുന്നു. പിന്നെ ജാസ്മിൻ സംസാരിച്ചു. പിന്നെ ഇതൊക്കെ നമുക്ക് നേരിട്ട് പരിചയമുള്ള ആളുകളാണ്. ബാക്കിയുള്ളവരും അങ്ങനെ തന്നെ ആയിരിക്കും. ആരുടെയും മുഖം കാണാത്ത ചില പേരുകളൊക്കെ കാണുന്ന സമയത്ത് എനിക്ക് ഇതാവുന്നുണ്ട്, മുഖം കാണാത്തത് കൊണ്ടാണ്. എന്തായാലും എല്ലാവരോടുള്ള സന്തോഷം, സ്നേഹം പങ്കുവെക്കുന്നു. അതോടൊപ്പം ഗുഡ് നൈറ്റ്.